Good afternoon, everyone. Good afternoon, teacher. How are you? Good afternoon, Miss. Yeah, how are you? Yes, fine. Yeah, I'm always good. Okay. Start ചെയ്യാം നമുക്ക്. So let's start prayer. Okay, start ചെയ്തോളൂ. Okay, prayer I will do. Thank you. Thank you for bringing us together as a class. Help us to grow in wisdom, kindness, and understanding. Guide our minds to learn, our hearts to care, and our actions to reflect your love. Bless our teachers with patience and strength, and help us support one another with respect and friendship. May this classroom be a place of peace, learning, and joy. Amen. Okay. Count of three. Yes, Miss, I will do. Good afternoon, everyone. Today's thought: life and time are the world's best teachers. Life teaches us to make good use of time, and time teaches us the value of life. Quote by APJ Abdul Kalam. Yeah. Okay. പിന്നെ എന്തെങ്കിലും വിശേഷം പറയൂ. സുഖായിരിക്കുന്നു. ടീച്ചർ ഇന്ന് വരില്ലാന്ന് വിചാരിച്ചു. എന്തോ പോർഷൻ കഴിഞ്ഞു എന്നൊക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ പറയുന്നത് കേട്ടു. അതെ കേട്ടു. പക്ഷെ ഞാൻ വന്നു. പോർഷൻ കഴിഞ്ഞല്ലോ. ഇനി എന്തോ എടുക്കാ? ഒന്നുമില്ല അല്ലെ? എല്ലാവരുടെയും എല്ലാ ടീച്ചേഴ്സിന്റെ പോർഷൻസ് കഴിയാറായി എന്നാണ് തോന്നുന്നത്. അല്ലെ? ടീച്ചർ അതിന്റെ ഇടയിൽ ഞാൻ ആബ്സെന്റ് ആയിരുന്നല്ലോ, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. നമ്മള് വേർബ് പോർഷൻ അന്ന് എടുത്തപ്പോ ടീച്ചർ പറഞ്ഞത് നമ്മൾ ടെൻസ് അറിഞ്ഞാലേ അത് ശരിക്കും കൂടുതൽ മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് അന്ന് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ ടെൻസിന് അത് എടുക്കാന്ന് പറഞ്ഞിട്ട്. അത് ഏത് ക്ലാസ് എന്ന് വെച്ചാൽ ഒരു 25th നവംബറിൽ അന്നായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ അഡ്ജക്റ്റീവ് ക്ലോസും അതും ടെൻസ് കഴിഞ്ഞിട്ട് എടുക്കാന്ന് പറഞ്ഞിട്ട് അന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതൊന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുവാണെങ്കിൽ പറയാം. അഡ്ജക്റ്റീവ് ക്ലോസ് ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞില്ല. അഡ്ജക്റ്റീവ് ക്ലോസ് പറഞ്ഞിരുന്നു. അഡ്ജക്റ്റീവ് ക്ലോസും അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ടെൻസ് കഴിഞ്ഞിട്ട് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാന്നെങ്ങാനും അന്ന് പറഞ്ഞിരുന്നു. കാരണം ഞാൻ അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നോട്ടില്. അതാ ഞാൻ പറഞ്ഞത്. വേറെ ആർക്കെങ്കിലും അതിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ പറയാം. എല്ലാവർക്കും കൺഫ്യൂഷൻ ക്ലോസും അഡ്ജക്റ്റീവ് ക്ലോസും എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ മിസ് പറഞ്ഞിരുന്നു ടെൻസ് കഴിഞ്ഞിട്ട് അതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് എടുത്തു തരാം, അപ്പൊ ക്ലിയർ ആവും എന്ന് പറഞ്ഞിരുന്നു. ശരിയാണ് കേട്ടോ. അത് ടീച്ചർക്ക് ഓർമ്മ കിട്ടാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം. പാസ്റ്റ് ടെൻസിലാണ് ഇത് വരുന്നത് എന്ന് പറഞ്ഞായിരുന്നു. അഡ്ജക്റ്റീവ് ക്ലോസ് പാസ്റ്റ് ടെൻസിലാണ് വരുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഞാനൊക്കെ അത് എളുപ്പമായിരുന്നു. അപ്പൊ ടീച്ചർ പറഞ്ഞു അത് എല്ലാവർക്കും അത് അറിയണമെന്നില്ല, അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പറയാന്ന് അന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ടീച്ചർക്ക് ഒന്നുകൂടി ഇപ്പൊ വ്യക്തമായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് എന്നുള്ളത്. ക്ലിയർ ആയിട്ടോ പറയാന്. ഫസ്റ്റ് വെർബ് നമ്മൾ പകുതിക്ക് വെച്ച് പോയതാണ്, അതൊക്കെ ഓർമ്മയുണ്ട്. വെർബില് നിങ്ങൾ നോക്കിയേ, ചാപ്റ്റർ നോക്കാം. വെർബില് നമ്മൾ എടുത്തത് ഓർഡിനറി അല്ലെ? മെയിൻ വേർബ്, ആക്ഷൻ വേർബ്, ആക്ഷൻ വേർബ്, സ്റ്റേറ്റ് വേർബ്, ഇറഗുലർ, ഇറഗുലർ, ട്രാൻസിറ്റീവ്, ഇൻട്രാൻസിറ്റീവ്, ഇത്രയും കാര്യങ്ങളാണ് വേർബ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ എടുത്തത്. അതിന് ഇപ്പുറത്തെ സൈഡ് നോക്കിയേ. ഇപ്പുറത്തെ സൈഡിലുള്ളത് പ്രൈമറി ഹെൽപ്പിംഗ് വേർബ് ആൻഡ് മൊഡാൽ വേർബ് ആണ്. ഇതില് ഹെൽപ്പിംഗ് വേർബ് എന്ന് പറയുന്നത് ഓക്സിലറീസ് ആണ്. ഓക്സിലറീസ് നമ്മൾ പഠിച്ചതാണ്. ഈസ്, ആം, ആർ, വാസ്, വെയർ, ഹാവ്, ഹാസ്, ഹാഡ്, ഇതെല്ലാം ടെൻസ് നമ്മൾ പഠിച്ചു. ശരിയല്ലേ? അതില് പിന്നെ ഉള്ളത് മൊഡാൽ വേർബ് ആണ്. ഷാൽ, ഷുഡ്, വിൽ, വുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ought. ഇതില് ഷാൽ, ഷുഡ്, വിൽ, വുഡ്, ക്യാൻ, കുഡ് ഇത് ഞാൻ പറഞ്ഞുതരാം. മേ, മൈറ്റും മസ്റ്റും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ജസ്റ്റ് ഒന്ന് വേണ്ടി പറഞ്ഞു പോകാം. അതിന് നോട്ട്സോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല, അറിഞ്ഞിരിക്കുക. കാരണം നിങ്ങളുടെ ടെക്സ്റ്റില് അതിനെ കുറിച്ചൊന്നും കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ഓക്കെ. പിന്നെ ഉള്ളത്
പിന്നെ വെർബ് ചാപ്റ്ററിലുള്ളത് നെഗറ്റീവ്സ് അത് ഞാൻ നെഗറ്റീവ്സ് പറയാം കേട്ടോ. നെഗറ്റീവ്സ് ഷോർട്ട് ആൻസർ ഞാൻ പറയാം. പിന്നെ ഉള്ളത് ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് മെയിൻ ചാപ്റ്റർ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് നോക്കേണ്ട ആവശ്യമില്ല, അതിൽ തന്നെയുള്ളതാണ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിലുള്ളതാണ്. പിന്നെ ക്യാൻ, WH ക്വസ്റ്റ്യൻസ്, ഡിസ്റ്റൻസ് വരുമ്പോ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ ഇതില് മെയിൻ ആയിട്ട് പറയേണ്ടത് ഡു ഡസ് ഡിഡ്. ഡു ഡസ് ഡിഡ് നമ്മൾ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. എന്താണെന്ന് അറിയാം, നമ്മൾ ടെൻസ് വൈസ് പറഞ്ഞപ്പോ ഏകദേശം പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു കാര്യം, ഇത് എക്സാമിന് ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, ഡു ഡസ് ഡിഡ് വെച്ചിട്ട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് കുറവാണ്. പക്ഷെ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്, കാരണം ക്വസ്റ്റ്യൻ ടാഗിൽ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ അറിയേണ്ടത് ഫസ്റ്റ് നമുക്ക് ഡു ഡസ് ഡിഡ് പറയാം. ഓക്കെ, അപ്പൊ ഡു എന്താണെന്ന് എഴുതാം. ഡു ആൻഡ് ഡസ്. നോട്ട്ബുക്ക് എടുക്കാം, ഹെഡിങ് ആയിട്ട് കൊടുക്കാം. ഡു ആൻഡ് ഡസ്. ഡൂവും ഡസിന്റെ മീനിങ് ചെയ്യുക തന്നെയാണ് കേട്ടോ. അതൊരു വെർബാണല്ലോ, ചെയ്യുക എന്നാണ്. ഓക്കെ, എഴുതിയല്ലോ. ഇനി ഡു എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. ഡു യൂസ് ചെയ്യേണ്ടത് പ്ലൂറൽ സബ്ജക്റ്റിന് കൂടെയാണ്. ഓക്കെ, പ്ലൂറൽ സബ്ജക്റ്റിന് കൂടെയാണ് നമ്മൾ ഡു യൂസ് ചെയ്യാം. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ് നമ്മൾ ഡസ് യൂസ് ചെയ്യാം. ഈ പ്ലൂറൽ സബ്ജക്റ്റ് ഏതൊക്കെയാണ്? ഐ, യു, വി, ദേ ഒക്കെയാണ് പ്ലൂറൽ സബ്ജക്റ്റ്. ഹി, ഷീ, ഇറ്റ്, എവരിബഡി ആണ് സിംഗുലർ സബ്ജക്റ്റ്. ഓക്കെ, ഇനി നമുക്കൊരു മലയാളം മീനിങ്, ഞാൻ ഒരു മലയാളം മീനിങ് പറയാം. ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്യുന്നു. എങ്ങനെയാ പറയാ? ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്യുന്നു. ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്യുന്നു. ഐ ആം ഡൂയിങ് മൈ ഹോംവർക്ക് ആണോ? I do my homework. I do my. Yeah, I do my homework. ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്യുകയാണ് എന്നാണെങ്കിൽ ഐ ആം ഡൂയിങ് മൈ ഹോംവർക്ക് പറയാം. ഇത് ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്യുന്നു, അപ്പോ ഐ ഡു മൈ ഹോംവർക്ക്. ഓക്കെ, ഇനി അവൻ അവന്റെ ഹോംവർക്ക് ചെയ്യുന്നു എന്നാണെങ്കിലോ? He does. He does. He does his homework. He does his homework. ഓക്കെ, നമുക്ക് അവിടെ ഡു യൂസ് ചെയ്യാൻ പറ്റില്ല, ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഡു ഡസ് എങ്ങനെയാണ് വരുന്നത് മനസ്സിലായല്ലോ. ചെയ്യുക എന്നൊരു മീനിങ്ങിലാണ് ഡൂവും ഡസും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു മലയാളം പറയുകയാണെങ്കിൽ, ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്തു. ചെയ്തു, ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്തു എന്നാണെങ്കിൽ I did my homework. Yeah, I did my homework. ഇനി അവനാണെങ്കിലോ, അവൻ അവന്റെ ഹോംവർക്ക് ചെയ്തു. He did. He did his homework. But do does present ഉം did past tense ആണ്. ചെയ്യുന്നു എന്നാണെങ്കിൽ did എന്താണ്? ചെയ്തു ആണ്. Do പ്ലൂറലിന്റെ കൂടെയും ഡസ് സിംഗുലറിന്റെ കൂടെയാണ്. പാസ്റ്റ് ടെൻസിലേക്ക് വരുമ്പോൾ ഏത് സബ്ജക്റ്റിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് did യൂസ് ചെയ്യാവുന്നതാണ്. Is it clear? Yes, teacher. Yes. ഇനി ഇതിപ്പോ പോസിറ്റീവ് സെന്റൻസ് ആണ്. ഇനി നമുക്ക് നെഗറ്റീവ് ചോദിക്കണം, അല്ല ക്വസ്റ്റ്യൻ ചോദിക്കണ്ടേ? എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്, എങ്ങനെ പറയാം? I like ice cream. I like ice cream. നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? Do you like ice cream? Yeah. Do you like ice cream?
അല്ലെ? അവൻ ഐസ്ക്രീം ഇഷ്ടാണോ? Does he? Like ice cream. Yeah. Does he like ice cream? അവൻ ഐസ്ക്രീം കഴിച്ചോ? Did he? Did he Yes, eat ice cream? Oh, sorry. Did he eat ice cream? Yeah. Did he eat ice cream? Okay. Clear ആയോ? ഇതാണ് എന്താ പോസിറ്റീവ് സെന്റൻസ് ആൻഡ് നെഗറ്റീവ് സെന്റൻസ്. ഓക്കെ, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ്? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ല കേട്ടോ, ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിച്ചു, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഓക്കെ, ഇനി ഒരു ഫസ്റ്റ് ഒരു സെന്റൻസ് ചെയ്താട്ടോ. അതായത് ഐ ലൈക്ക് ഐസ്ക്രീം. ഓക്കെ, അതന്നെ എഴുതാം. ഐ ലൈക്ക് ഐസ്ക്രീം. ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് ഐ ലൈക്ക് ഐസ്ക്രീം. ഇനി നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്താണ് അതിന്റെ? എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല അല്ലെ? നെഗറ്റീവ് ആണ്, എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല. എന്ത് പറയാ? I don't like. I don't like. I don't like ice cream. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കണം, നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? Don't you like? Do you like? Do you like? Do you like it? Don't you like? Yes. ഇനി നിനക്ക് ഐസ്ക്രീം ഇഷ്ടമല്ലേ? അങ്ങനെയാണെങ്കിൽ don't you like Don't it? you like? Yeah, don't you like ice cream? അപ്പൊ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ? ഇനി നെക്സ്റ്റ്, അവന് ഐസ്ക്രീം ഇഷ്ടമാണ്. എല്ലാവരും കൂടെ പറയും കേട്ടോ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറഞ്ഞാൽ മതിയേ. അവൻ ഐസ്ക്രീം ഇഷ്ടമാണ്. He likes. He likes. ice cream. He Likes. He likes. likes ആണോ? Likes. Likes. He likes. He likes അല്ലേ? Yeah, he likes ആണ് കേട്ടോ, മാർക്ക് വരുതേ. He likes ice cream. അവൻ ഐസ്ക്രീം ഇഷ്ടമാണ്. ഇനി അവൻ ഐസ്ക്രീം ഇഷ്ടമല്ല. He doesn't like. Like ice cream. He doesn't like ആണ് കേട്ടോ, likes യൂസ് ചെയ്യരുത്. ഓക്കെ, he doesn't like ice cream. അവൻ ഐസ്ക്രീം ഇഷ്ടമല്ല. അവൻ ഐസ്ക്രീം ഇഷ്ടമാണോ? Does he like ice cream? Yeah, does he like ice cream? ഇനി അവൻ ഐസ്ക്രീം ഇഷ്ടമല്ലേ? Doesn't he like ice cream? Yeah, doesn't he like ice cream? അവൻ ഐസ്ക്രീം ഇഷ്ടമല്ലേ? ഓക്കെ, ഇങ്ങനെ നമുക്ക് ഏത് സബ്ജക്റ്റിനും കൂടെയും ഇങ്ങനെ 4 രീതിയിൽ നെഗറ്റീവ്, സോറി പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ, 4 ചെയ്യാം. സിമ്പിൾ അല്ലേ? അപ്പൊ ഡു ഡസ് ക്ലിയർ ആയല്ലോ. ഡു ഡസ് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, നെഗറ്റീവ്സും അറിയാം അല്ലെ, നെഗറ്റീവ് ക്വസ്റ്റ്യൻസും അറിയാം. ക്ലിയർ ആയില്ല എല്ലാവർക്കും? പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അതിൽ പെട്ടെന്ന് ചോദിക്കണമെങ്കിൽ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, മലയാളത്തിലാണെങ്കിൽ നമ്മൾ പറയുന്നതാണ് ഇഷ്ടാണ്, ഇഷ്ടമല്ല, ഇഷ്ടാണോ, ഇഷ്ടല്ലേ. ഓക്കെ, ആ രീതിയിലാണ് ഈ 4 വരാം. ഇനിയിപ്പോ ഡിഡ് വെച്ചിട്ടാണെങ്കിലോ, ഐസ്ക്രീം തന്നെ ചോദിക്കാം അല്ലെ. അവൻ ഐസ്ക്രീം കഴിച്ചു. അവൻ ഐസ്ക്രീം കഴിച്ചു. അറിയോ? He ate ice cream. Yeah, he ate ice cream. He ate ice cream. Okay. ഇനി അവൻ ഐസ്ക്രീം കഴിച്ചില്ല. He didn't eat ice cream. Yeah, he didn't eat ice cream. അവൻ ഐസ്ക്രീം കഴിച്ചില്ല. അല്ല, അവൻ ഐസ്ക്രീം കഴിച്ചോ? Did he Did he? eat ice cream? Did he eat ice cream? കഴിച്ചോ? ഐസ്ക്രീം കഴിച്ചില്ലേ? Didn't he eat ice cream? Yeah, didn't he eat ice cream? Okay. Clear ആയോ? ഇത്രയേ ഉള്ളൂ ഡു ഡസ് ഡിഡ്. സിമ്പിൾ അല്ലേ? Yes, teacher. ഇതിപ്പോ പാസ്റ്റ്, ഇപ്പൊ ടെൻസ് പഠിച്ചത് കൊണ്ടല്ലേ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായേ? അല്ലെങ്കിൽ മനസ്സിലാവുമായിരുന്നോ? ഇല്ല. അതിന് എക്സാമ്പിൾ നോക്കിയേ. ഐ സിംഗ് എ സോങ്.
I don't sing a song. He goes to temple every day. He doesn't go to temple every day. We watched a film yesterday. They did not watch a film yesterday. They live in a small house. They don't live in small houses. Okay. പോസിറ്റീവ് നെഗറ്റീവ് മാത്രം ഇവിടെ പറയുന്നുള്ളൂ കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യനും തന്നു, നെഗറ്റീവ് ക്വസ്റ്റ്യൻസും തന്നു. അങ്ങനെ 4 എണ്ണം ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത് എക്സാമിന് വരില്ല കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും എക്സാമിന് വരില്ല. നമുക്ക് അറിയാലോ, MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് എക്സാമിന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി എന്താണ്? ഷോർട്ട് ആൻസേഴ്സ് ആണ്. വിൽ യു കം ടു ദ സ്കൂൾ ടുമോറോ? നമുക്ക് എന്താണ് yes or no മാത്രമേ പറയുന്നുള്ളൂ അല്ലെ? yes I will അല്ലെങ്കിൽ no I won't പറയാം. അത്രയൊക്കെ ഉള്ളൂ ഇതില്. പ്രത്യേകിച്ചൊന്നുമില്ല. ഡു യു ടേക്ക് എക്സസൈസ് എവറി ഡേ, എവറി സൺഡേ? yes or no. ചെയ്യുമെങ്കിൽ yes I do പറയാം, ചെയ്യില്ലെങ്കിൽ yes I don't, no I don't പറയാം. Are you practicing Mohiniyattam for the next youth festival? Yes I am. Yes I'm no I'm not. Were you present yesterday? Yes I was. No I wasn't. Who broke the tables? ആരാ ബ്ലോക്ക് ചെയ്ത്? ആരുടെ പേരും പറയാം, അത് ചെയ്തു എന്നും പറയാം. അത്രയേ ഉള്ളൂ ഇതില്. പിന്നെ ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതിന്റെ ഇബിലിറ്റീസും പറഞ്ഞാണ്. ഇനിയുള്ളത് മൊഡാൽ വേർബ് ആണ് അല്ലെ? മൊഡാൽ വേർബില് ക്യാൻ, കുഡ്. ക്യാൻ എന്താണ്? അറിയാലോ എല്ലാവർക്കും. ക്യാൻ എബിലിറ്റി ആണല്ലേ? എനിക്കത് ചെയ്യാൻ പറ്റും. ഐ ക്യാൻ ഡു ദാറ്റ് അല്ലെ? I can do that. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. I can speak English fluently. ഓക്കെ, അപ്പൊ ഒരു കഴിവാണ് അല്ലെ? നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും, കഴിയും എന്നൊക്കെ പറയുന്നതാണ് എന്ത്? ക്യാൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്യാൻ I can go, I can teach, I can walk, something like that. നെഗറ്റീവ് എന്താണ്? Can't. I cannot. Cannot ഇല്ലെങ്കിലും can't. Okay, I can't do that അല്ലെ? I can't sing a song. Then I can teach you well. പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതാണ് can't. Can't നെഗറ്റീവ് ആണ് can't. ഇത് ചോദ്യം ചോദിക്കാം. നിനക്ക് പാടാൻ പറ്റോ? Can you sing a song? അല്ലേ? Then നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റോ? Can you speak in English? ചോദിക്കാം. പറ്റോ? Yes we can. ഇനിയിപ്പോ പറ്റില്ല എന്നാണെങ്കിലോ? നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ലേ? I cannot. പറ്റില്ലേ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. Can't you? Yeah, can't you? Okay, അപ്പൊ എങ്ങനെയാ പറയാ? I can, I can't, can you, can't you. ഇങ്ങനെയാണ് 4 ടൈപ്പ് വരാം. ക്ലിയർ? Yes teacher. Yes. ഞാൻ സ്പീഡിൽ പോകുന്നുണ്ടോ? ടീച്ചർ കുറച്ച് നാളായിട്ട് ടീച്ചർ കുറച്ച് സ്പീഡ് തന്നെയാണ്. Thank you for the compliment. അത്ര സ്പീഡ് ഉണ്ടോ? അത് ക്ലിയർ ആണല്ലോ? നിങ്ങൾ നോട്ട് ചെയ്തുന്നുണ്ടോ? കാരണം ഇത് എക്സാമിന് ഇല്ലാത്തോണ്ടാണ് കേട്ടോ. ഇതൊന്നും അങ്ങനെ എക്സാമിന് ചോദിക്കുന്നില്ല. അത് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കുന്നില്ല. ഓക്കെ, ക്യാൻ വെച്ചിട്ടൊക്കെ ആണെങ്കിൽ ചോദിക്കണമെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ വരും. ക്വസ്റ്റ്യൻ ടാഗിൽ മാത്രമേ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മൊഡൽ വേർബ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുള്ളൂ. അല്ലാതെ ഒന്നും ഇപ്പൊ ഡു ഡസ് ഡിഡ് വെച്ചിട്ടൊന്നും. ഡു ഡസ് ഡിഡ് വരുന്നതിൽ അതും ക്വസ്റ്റ്യൻ ടാഗിലാണ്. സ്റ്റേറ്റ്മെന്റ് എന്നിട്ട് അത് ഐഡന്റിഫൈ ചെയ്യുക, ഏത് ക്വസ്റ്റ്യൻ ടാഗ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ പറയുന്ന ഞാൻ ഇന്ന് എടുത്ത ഒരു ടോപ്പിക്സിനെ കുറിച്ചിട്ടും എക്സാമിന് വരില്ല. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. ദാറ്റ്സ് ഓൾ, അത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? യെസ് ടീച്ചർ, ഓക്കെ ആണ്. ഞാൻ നിങ്ങൾക്ക് ക്യാനിന്റെയും വില്ല്, ഷാൽ ഇത് മൂന്നിന്റെയും നോട്ട് അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ, അത് വെച്ചിട്ടുണ്ട് പഠിക്കും. പഠിക്കേണ്ട, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്പെടും. എക്സാമിന് ഉണ്ടാവില്ല കേട്ടോ, ഷുവർ ആണ്. എക്സാമിന് അത് ഉണ്ടാവില്ല, പക്ഷെ അത് ഇരുന്നോട്ടെ, എപ്പോഴെങ്കിലും ആവശ്യം വരും. അതുകൊണ്ട് ജസ്റ്റ് ഞാനിപ്പോ ഒന്ന് പറഞ്ഞു പോകാം. നിങ്ങൾ വേണമെങ്കിൽ നോട്ട്ബുക്കിൽ ജസ്റ്റ് ചെറുതായിട്ട് നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, കുറച്ചൊക്കെ അപ്പൊ തന്നെ ക്ലിയർ ആവും. അപ്പൊ ക്യാൻ ഏകദേശം മനസ്സിലായി. ക്യാൻ എന്ന് പറയുന്നത് ഒരു കഴിവാണ്, എനിക്കത് ചെയ്യാൻ പറ്റും അല്ലെ, കഴിയും എന്നൊരു മീനിങ്ങിലാണ് ക്യാൻ വരാം.
അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ ഏകദേശം സെന്റൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുക പൊതുവെ നമ്മൾ ചെയ്യുന്ന കാര്യമാണല്ലേ. ക്യാൻ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു മൊഡൽ വെർബും കൂടിയാണ്. ഇനി അതിന് 4 നമ്മൾ പറഞ്ഞു. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. ഇത്രയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അല്ലെ. വേറെ ഒന്നും നമ്മൾ വേറെ എന്താ ഇനി യൂസ് ചെയ്യാം? ഇത് കൂടുതലൊന്നും യൂസ് ചെയ്യാനില്ല. എനിക്കത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റില്ല, നിനക്കത് പറ്റോ, നിനക്കത് പറ്റില്ലേ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്യാൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ഏത് ഓക്സിലറീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് മൊഡൽ വെർബ് ആയിക്കോട്ടെ ഇത് വെച്ചിട്ടൊക്കെ ചോദിക്കുന്നത് ഈ 4 ടൈപ്പ് ഓഫ് ആക്ഷൻസ് ആണ് അല്ലെ. അത് ക്ലിയർ ആണ്. ക്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസന്റ് ടെൻസിലാണ്. ഓക്കെ, ഇപ്പോ കറന്റ്ലി പറയുന്ന കാര്യങ്ങളൊക്കെ പറയാനാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിന് ഓപ്പോസിറ്റ് കൂടെ പറയണ്ടേ അല്ലെ. ഓപ്പോസിറ്റ് മീൻസ് കഴിഞ്ഞു പോയ കാര്യത്തെ കുറിച്ച് കൂടെ പറയണ്ടേ. എനിക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു, എനിക്കത് കഴിയുമായിരുന്നു എന്നും കൂടെ പറയണ്ടേ. അപ്പൊ എന്താണ്? ക്യാനിന്റെ പാസ്റ്റ് ആണ് കുഡ്. എനിക്കത് ചെയ്യാൻ കഴിയുമായിരുന്നു, എനിക്ക് പാടാൻ കഴിയുമായിരുന്നു എന്നെങ്ങനെയാ പറയാ? I could I sing. could sing. I could sing the song. I could sing a song. എനിക്ക് പാടാൻ കഴിയുമായിരുന്നു. മനസ്സിലായോ? അപ്പൊ കഴിയുമായിരുന്നു കുഡ് ആണ്. ഇനി എനിക്ക് പാടാൻ കഴിയുമായിരുന്നില്ല. I could not sing the song. I couldn't sing a song. എനിക്ക് പാടാൻ കഴിയുമായിരുന്നോ? നിനക്ക് പാടാൻ പറ്റുമായിരുന്നോ? Could you Couldn't sing a you? song? എനിക്ക് അതാണ് ഡൗട്ട് Could you? വരുന്നത്. നെഗറ്റീവും ഇതും മനസ്സിലാവുന്നുണ്ട്, പറ്റുമായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴാണ് ഡൗട്ട് വരുന്നത്. കഴിയുമായിരുന്നോ? മലയാളത്തിലാണെങ്കിൽ പറയുന്നതാണ് പറ്റോ എന്ന് ചോദിക്കുന്നത്. നിനക്ക് പറ്റുമായിരുന്നോ എന്ന് ചോദിക്കുന്നത് രണ്ടല്ലേ. പറ്റോ എന്നുള്ളത് ഇപ്പൊ ചോദിക്കുന്ന കാര്യം, നിനക്ക് പറ്റോ ഇപ്പൊ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ നിനക്ക് അത് പറ്റുമായിരുന്നില്ലേ? പറ്റുമായിരുന്നോ? പണ്ട് നടന്നൊരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. നിനക്കത് പറ്റുമായിരുന്നു, നിനക്ക് അന്ന് ഡാൻസ് കളിക്കാൻ പറ്റുമായിരുന്നോ? അത് പാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയതാണ്. അപ്പൊ നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത് കുഡ് ആണ്. ഓക്കെ, കുഡ് യു ഡാൻസ് അല്ലെങ്കിൽ കുഡ് യു ഡാൻസ് എന്ന് ചോദിച്ചാൽ നിനക്ക് ഡാൻസ് കളിക്കാൻ പറ്റുമായിരുന്നോ? മനസ്സിലായോ? ക്യാൻ കഴിയും പറ്റും എന്നാണെങ്കിൽ കുഡ് കഴിയുമായിരുന്നു പറ്റുമായിരുന്നു എന്നാണ്. മലയാളം അങ്ങനെയൊക്കെ തന്നെ നമ്മൾ പറയാ അല്ലേ. നിനക്ക് അന്ന് നന്നായിട്ട് പഠിക്കാമായിരുന്നോ അല്ലേ? ശരിയാണോ? നിനക്ക് അന്ന് നന്നായിട്ട് പഠിക്കായിരുന്നില്ലേ? ചോദിക്കില്ലേ നമ്മള് പൊതുവേ. അത്രേ ഉള്ളൂ. ഇനി എന്താണ്? ചോദിച്ചു, ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു, ഇനി നെഗറ്റീവ് അറിയൂ. പറ്റായിരുന്നില്ലേ എന്നെങ്ങനെയാ ചോദിക്കാ? Couldn't you sing a song? couldn't you? ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. നോട്ട് എഴുതി വെക്കുക, കറക്റ്റ് ആയിട്ട് ഈ 4 വേർഷനും എഴുതി വെക്കുക. പ്രാക്ടീസ് ചെയ്യുക, ഓരോ വേർഡും എടുത്തിട്ട് സബ്ജക്റ്റ് എടുത്ത് മാക്സിമം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ മൈൻഡിൽ അത് ഉണ്ടാവുള്ളൂ. കാരണം നമുക്ക് ഡേ ടു ലൈഫിൽ ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങളാണ്. നമ്മൾ എപ്പോഴും ചോദ്യം ചോദിക്കാറുണ്ട് അല്ലെ, അല്ലാത്ത സ്റ്റേറ്റ്മെന്റ്സും പറയാറുണ്ട്. അപ്പൊ ഇതെല്ലാം ആവശ്യമല്ലേ? ഓക്കെ, അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യണം. നമുക്കിത് സംസാരിക്കുമ്പോഴാണ് കൂടുതലായിട്ട് ആവശ്യം വരാം. എക്സാം വൈസ് ഇതൊന്നും ചോദിക്കാൻ ഒരു ചാൻസും ഇല്ല. പക്ഷെ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഡേ ടു ലൈഫില് നമ്മുടെ ടീച്ചേഴ്സ് ആണ്. നമുക്ക് എപ്പോഴെങ്കിലും അല്ല, അതൊക്കെ ആവശ്യം വരും, മസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ക്യാനും കുഡും മനസ്സിലായോ? Yes, teacher. ഇനി എന്റെ നോട്ട് അപ്ലോഡ് ചെയ്യുമ്പോ ഡൗട്ട് വരരുത് കേട്ടോ. അത് കുറച്ചുകൂടെ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ. ഡൗട്ട് വരുമോ നിങ്ങൾക്ക്? ഒരു പേടിയുണ്ട്. ഞാനിപ്പോ ഇത്രയും സിമ്പിൾ ആയിട്ട് പറഞ്ഞെങ്കിൽ ചിലപ്പോ നോട്ട് കിട്ടുമ്പോ എന്തെങ്കിലും ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ നോട്ട് നോക്കട്ടെ കേട്ടോ. ഏകദേശം ഒക്കെ മനസ്സിലായില്ലേ ക്യാനും കുഡും? Yes, teacher, മനസ്സിലായി. അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. പിന്നെ അതെല്ലാം ഏത് ടെൻസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് എന്റെ നോട്ടിൽ ഞാൻ പറയുന്നത്. Yeah.
ക്യാൻ നോക്കൂ, ക്യാൻ നമുക്ക് എബിലിറ്റി പറയാം. സെന്റൻസിലാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാം. ക്യാൻ എബിലിറ്റി പറയാം, പോസിബിലിറ്റി പറയാം, പെർമിഷൻ ചോദിക്കാം, റിക്വസ്റ്റ്, ഓഫേഴ്സ് ഇതെല്ലാം ചോദിക്കാം. ഇതൊന്നും നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപാട് പോസിബിലിറ്റി ഒക്കെ ജസ്റ്റ് എങ്ങനെയൊക്കെ എവിടെയൊക്കെ യൂസ് ചെയ്യാം എന്ന് മാത്രം പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, ഒരുപാട് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ഇങ്ങനെയും സംസാരിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കി വെക്കുക. പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണ്? എബിലിറ്റി പറയാം. നമുക്ക് മെയിൻ പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യം അതൊക്കെയാണ്. എബിലിറ്റി പറയാനും എന്തെങ്കിലും ചോദിക്കാനൊക്കെയാണ് നമ്മൾ ക്യാൻ ഒക്കെ യൂസ് ചെയ്യുക അല്ലെ. അപ്പൊ ക്യാൻ ഇങ്ങനെയൊക്കെയാണ്. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, ഐ ക്യാൻ. ഇതിൽ 4 വേർഷൻ പറയുന്നില്ല കേട്ടോ. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഞാൻ 4 വേർഷൻ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. പക്ഷെ എന്റെ നോട്ടിൽ അതില്ല. അപ്പൊ 4 വേർഷൻ നിങ്ങൾ എഴുതിയെടുക്കാം. നെക്സ്റ്റ് കുഡ്. കുഡ് പറഞ്ഞു, പാസ്റ്റ് ആണ്. കുഡ് വെച്ചിട്ട് നമുക്ക് എബിലിറ്റി പറയാം അല്ലെ. ഇത് ചെയ്യാൻ പറ്റുമായിരുന്നു. ഐ കുഡ് പ്ലേ ദ ഗിറ്റാർ വെൻ ഐ വാസ് ഇൻ സ്കൂൾ. ഞാൻ സ്കൂൾ ടൈം പഠിക്കുന്ന ടൈമിൽ ഞാൻ ഗിറ്റാർ വായിക്കായിരുന്നു. പാസ്റ്റ് ആണ്. മനസ്സിലായോ? ഇനി പോസിബിലിറ്റി. പോസിബിലിറ്റി നമുക്ക് പറയാൻ പറ്റും. അത് പ്രസന്റ് ടെൻസിൽ പറയാം, ഫ്യൂച്ചർ ടെൻസിൽ പറയാം, പാസ്റ്റിലും പറയാൻ പറ്റും. അതായത് മീനിങ് ഞാൻ പറഞ്ഞുതരാം. ദ ട്രെയിൻ കുഡ് ബി ലേറ്റ്. ദ ട്രെയിൻ കുഡ് ബി ലേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോ ഞാനിപ്പോ ഇപ്പോ ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കണമെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ വന്ന് ചോദിക്കുകയാണ് ട്രെയിൻ ലേറ്റ് ആണോ, അല്ലെങ്കിൽ ട്രെയിൻ വന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്താ പറയാ? ട്രെയിൻ കുഡ് ബി ലേറ്റ്. ലേറ്റ് ആവുമായിരിക്കും അല്ലെ. ആ ഒരു പ്രസന്റിലാണ്, പ്രസന്റ് നടക്കുന്ന കാര്യമാണ്. പക്ഷെ നമ്മളത് ഈ കുഡ് വെച്ചിട്ട് പറയാൻ പറ്റും എന്നാണ് പറയുന്നത് കേട്ടോ. മനസ്സിലായില്ലെങ്കിൽ ആ പോർഷൻ തന്നെ വിട്ടേക്കും. ഇതല്ലാതെ വേറെ രീതിയിൽ നമുക്കവിടെ പറയാൻ പറ്റും. മനസ്സിലായോ? ഒരു നിർബന്ധവും ഇല്ല കുട്ടി തന്നെ പറയണമെന്ന്. ക്ലിയർ ആണോ? അതുകൊണ്ട് കൺഫ്യൂഷൻ വരുത്തേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ഞാൻ ഈ നോട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തതല്ല, അത് മനസ്സിലാകൂ. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഓക്കെ. ഞാനിത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത നോട്ടാണ്. ഓക്കെ, അപ്പോ ഇത് പോസിബിലിറ്റി മനസ്സിലായാലും നിങ്ങൾ വിട്ടേക്കാം. നെക്സ്റ്റ് ഫ്യൂച്ചറിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇഫ് യു ഡോണ്ട് സ്റ്റഡി യു കുഡ് ഫെയിൽ ദ എക്സാം. ഫ്യൂച്ചർ ആണ്. നീ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ നീ എക്സാമിൽ എന്താണ് തോറ്റു പോകും. ഫ്യൂച്ചറിലെ കാര്യമാണ്. പക്ഷെ നമ്മളോട് കുഡ് വെച്ചിട്ട് പറയാം. Then if they are more powerful, a lot of crime could be prevented. ആയിരുന്നെങ്കിൽ പ്രിവെന്റ് ചെയ്യാമായിരുന്നു അല്ലെ. ചെയ്യാം എന്നാ പറയുന്നത്. ടീച്ചർ ഫ്യൂച്ചറിൽ പറയുമ്പം വെറുതെ എന്തിനാ കൺഫ്യൂഷൻ ആക്കാൻ കുഡ് പറയുന്നത്? യു വിൽ ഫെയിൽ ദ എക്സാം എന്ന് പറഞ്ഞാലല്ലേ സിമ്പിൾ. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ ആവശ്യം അവിടെ ഇല്ല. പോസിബിലിറ്റി ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കുഡ് വെച്ചിട്ട് പോസിബിലിറ്റി പറയാം എന്നൊരു ഓപ്ഷൻ ഉണ്ട് എന്നാണ് ഞാൻ ഈ എക്സാമ്പിൾ ഈ നോട്ടിൽ കൊടുത്തിരിക്കുന്നത്. അതിനു വേണ്ടി മാത്രം, വേറെ രീതിയിൽ സിമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ ഇതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ മനസ്സിലായില്ലേ അത്? അപ്പൊ ക്യാനും അങ്ങനെ തന്നെയാണ്. ക്യാനും പോസിബിലിറ്റി പറയേണ്ട ഒരു ആവശ്യമില്ല. കുട്ടും അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ പോർഷൻ, ആ പോസിബിലിറ്റി എന്ന് പറയുന്ന പോർഷൻ തന്നെ വിട്ടേക്കും. മനസ്സിലായി? ഇനി നമുക്ക് ഓരോ എക്സ്പ്രഷൻസ് ആണ്. നമുക്ക് സജഷൻ പറയാം, റിക്വസ്റ്റ് ചോദിക്കാം, ഓഫേഴ്സ് പറയാം, പെർമിഷൻ ചോദിക്കാം. ഇതെല്ലാം കുട്ടി വെച്ചിട്ട് ചെയ്യാം. പൊതുവെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അല്ലെ. Could I borrow your pen? Could I take a day of tomorrow? Could you take your pen? എന്നൊക്കെ ചോദിക്കാം. Could I take your pen? അതായത് അതിൽ ക്യാനും കുഡിന്റെ വ്യത്യാസം എന്ന് വെച്ചാല് ക്യാൻ നമ്മള് ഫ്രണ്ട് സർക്കിളിൽ ചോദിക്കുന്നതാണ്. അവിടെ അതില് പ്രത്യേകിച്ച് റെസ്പെക്റ്റോ കാര്യങ്ങളോ ക്യാനിൽ വരില്ല. ക്യാൻ ഐ ടേക്ക് യുവർ പെൻ? ഞാൻ നിന്റെ പേൻ എടുത്തോട്ടെ. റെസ്പെക്ട് ഒന്നും ഇല്ല കേട്ടോ അവിടെ. ക്യാൻ വെച്ച് ചോദിക്കുമ്പോൾ ഇൻഫോർമൽ ആണ്. അതിൽ ഇൻഫോർമൽ ആണ്. നമുക്ക് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ നമുക്ക് അത്രയും ക്ലോസ് ആയ ഒരാളുടെ അടുത്തൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു മൊഡൽ വേർബാണ് അത് ക്യാൻ. ഇനി നമ്മുടെ സീനിയർ ഓഫീസേഴ്സോ അല്ലെ, നമ്മുടെ വർക്ക് ചെയ്യുന്നിടത്തുള്ള അവിടെ നമ്മുടെ സീനിയേഴ്സ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിലെ നമ്മുടെ സാറന്മാരോ അല്ലെ, അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ അവരോട് ക്യാൻ ഐ ടേക്ക് യുവർ പെൻ എന്ന് ചോദിക്കാൻ പറ്റും? ഒരിക്കലും നമുക്ക് റെസ്പെക്ട് കൊടുക്കണ്ടേ അവർക്ക് അല്ലെ. ആ ചോദ്യത്തിൽ തന്നെ അവർക്ക് റെസ്പെക്ട് ഫീൽ ചെയ്യണം, ആ ഒരു പൊളൈറ്റ്നെസ് ഫീൽ ചെയ്യണം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കണം? ഗുഡ് ആയിരിക്കണം. ഗുഡ് ആണെങ്കിൽ ഓക്കെ, സെറ്റാണ്. നമുക്ക് നമ്മുടെ റെസ്പെക്റ്റും ആ ഒരു പൊളൈറ്റ്നെസ്സും ആ ക്വസ്റ്റ്യനിലുണ്ട്. അവർക്ക് അത് ഫീൽ ചെയ്യുകയും ചെയ്യും. നമുക്കത് ഹേർട്ട് ആകോ എന്നൊരു പേടിയും വേണം. മനസ്സിലായോ? ക്യാനും ഗുഡും ചോദിക്കാം. ഗ്രാമർലി മിസ്റ്റേക്ക് ഒന്നുമില്ല. പക്ഷെ ഇവിടെ വ്യത്യാസം എന്താണ്? ക്യാന് പൊളൈറ്റ്നെസ് ഇല്ല, ഗുഡിന് പൊളൈറ്റ്നെസ് ഉണ്ട്.
ഇപ്പൊ എവിടെയൊക്കെ ഏത് സാഹചര്യങ്ങളിൽ ഏത് യൂസ് ചെയ്യണം എന്നൊക്കെ ഒരു ഏകദേശം ഒരു ധാരണ കിട്ടിയാലോ അല്ലെ? അത്രയേ ഉള്ളൂ കുഡും തമ്മിലുള്ള വ്യത്യാസം. ക്യാൻ പ്രസന്റ് ടെൻസിലും കുഡ് പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നു. സംടൈംസ് കുഡ് നമുക്ക് പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യാം. അത് ബിഗിനേഴ്സ് എന്ന നിലയിൽ നിങ്ങൾ അത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. ക്യാൻ പ്രസന്റില് കുഡ് പാസ്റ്റില്. ക്യാൻ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, ക്വസ്റ്റ്യനോ പെർമിഷൻ എന്തും ക്യാൻ വെച്ചിട്ട് ചോദിക്കാം. അവിടെ റെസ്പെക്റ്റോ പൊളൈറ്റ്നെസ്സോ ഒന്നും ഉണ്ടാവില്ല. കുഡ് ആണെങ്കിൽ നമുക്ക് അവിടെ പൊളൈറ്റ്നെസ് ഉണ്ട്, റെസ്പെക്ട് ഉണ്ട്. ഓക്കെ, ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ? ക്ലിയർ അല്ലേ? ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നൊക്കെ. Josh, I get you something to eat. പറയൂ, കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്നാണ് ചോദ്യം. ക്യാനാണോ ഫുഡാണോ? Could I get you something? Can I miss? Can I get you? Can I get you something to eat? Can I get you something to eat? എടുക്കട്ടെ എന്നൊരു ചോദ്യമാണ്. അവിടെ പൊളൈറ്റ്നെസ് ഒന്നുമില്ല. പ്ലീസ് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, പൊളൈറ്റ്നെസ് ആണ്. ഇനി നെക്സ്റ്റ്, I dashed run a mile in 10 minutes when I was younger. Could. I could. ഏതാണ്? I എല്ലാവരും പറയും. could. ഡൗട്ട് ആണോ? I could run because അവിടെ പാസ്റ്റ് ടെൻസിലല്ലേ പറയുന്നത്. when I was younger, ചെറുതായിരുന്നപ്പോ. കുഡാണ്. എനിക്ക് ചെറുതായിരുന്നപ്പോ ഞാൻ 10 മിനിറ്റ്സില് ഒരു മൈലൊക്കെ ഓടായിരുന്നു, പറ്റുമായിരുന്നു. I could run a mile in 10 minutes when I was younger. Could ആണ് യൂസ് ചെയ്യുന്നത്. ഇനി dash you send me the details please. Could you Send me the details. Yeah, could you send me the details please? Next, many swimmers dash hold their breath for more than 3 minutes in underwater. Can. Many swimmers can. Ability ആണ്, can ആണ് യൂസ് ചെയ്യാം. ഇനി dash, I have another slice of that cake please. Could. Please one round. Could I? Okay, അപ്പൊ എങ്ങനെയുണ്ട് ക്യാനും ഗുഡും? ഓക്കെ ആണോ? Okay, miss. ഇതാണ് ക്യാനും ഗുഡും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ക്യാൻ അറിയാൻ പറ്റും, പക്ഷെ ഗുഡ് നിങ്ങൾക്ക് ഡൗട്ട് ആയിരുന്നു അല്ലെ? ആണോ? നോ ടീച്ചർ, രണ്ടും ഒരുപോലെ തന്നെയാണല്ലോ. അറിയാം. ഓക്കെ, അപ്പൊ ആ ഒരു ഡൗട്ട് വേണ്ട. ഇനി നെക്സ്റ്റ്, ഷാൽ ആൻഡ് ഷുഡ്. ഷാൽ എന്താണ്? ഷാല് നമ്മള് വില്ല് പഠിച്ചപ്പോ ഞാൻ പറഞ്ഞോ, ഷാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞോ? ഫ്യൂച്ചർ ടെൻസ് നമ്മൾ വില്ലെടുത്തു. അപ്പൊ ഷാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പ്ലൂരല് വരുമ്പോൾ ഷാളും സിംഗിൾ അങ്ങനെ എന്തോ പറഞ്ഞിരുന്നു. നമ്മള് I and we shall is used. ഷാൽ, ഐ ആൻഡ് ഷാൽ യൂസ് ചെയ്യാം. ഷാൽ മീനിങ് എന്താണ്? ചെയ്യാം അല്ലേ? എന്നാണ് ചെയ്യും, ചെയ്യാം. ഒരു ഓർഡർ കൊടുക്കുന്നത്, നീ അത് ചെയ്യണം, അങ്ങനെയല്ലേ? ഓർഡർ അല്ല. ഓർഡർ ആണെങ്കിൽ ഓർഡർ അല്ല, അത് ചെയ്യുമെന്ന് പ്രോമിസ് ആണേ വില്ലേ വരത്തുള്ളൂ. ഐ ഷാൽ ചെയ്യാം എന്നൊരു സിമ്പിളി പറയുവാണ് ഐ ഷാൽ യൂസ് ചെയ്യാം. ഇപ്പൊ മോഡേൺ ഇംഗ്ലീഷിൽ ഷാലിന്റെ യൂസേ ഇല്ല, ഒൺലി വിൽ ഈസ് യൂസ്ഡ്. നമ്മൾ ഷാൽ അത്ര ഇമ്പോർട്ടന്റ് അല്ലേ? ഇപ്പൊ ഷാൽ യൂസ് ചെയ്യാറില്ല, വളരെ കുറവാണ്, കാണാറില്ല. പിന്നെ ഫുൾ വില്ലാണ്. ഇത് മനസ്സിലാക്കാൻ എത്രയേ ഉള്ളൂ. നീ എന്റെ കല്യാണത്തിന് വരുമോ? ഞാൻ പറയാണോ? ഓക്കെ, ഞാൻ വരും. ഞാൻ വരാം. രണ്ടാണോ? വരും, ഷുവർ ആണ്, വരും. ഐ വിൽ. ഞാൻ വരാം എന്നാണെങ്കിലോ? പക്ഷെ ഇപ്പൊ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇപ്പൊ എല്ലാത്തിലും ഐ വിൽ തന്നെയാണ്. വരാം എന്നാണെങ്കിലും വരും എന്നാണെങ്കിലും വില്ല തന്നെ യൂസ് ചെയ്യാം. മോഡേൺ ഇംഗ്ലീഷ് ആണ്, മാറി. പക്ഷെ മനസ്സിലാക്കി വെക്കാം.
ഷാൽ ഞാൻ വരാം. പക്ഷെ ഒരിക്കലും നമ്മൾ നീ വരാം എന്ന് പറയില്ല. ഞാനിന്റെയും ഞങ്ങളുടെയും കൂടെയാണ് കൂടുതലും ഷാൽ യൂസ് ചെയ്യുക. അതായത് ഞാൻ വരാം, ഞങ്ങൾ വരാം. മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞ ഐയുടെ കൂടെയും വിയുടെ കൂടെയും ഷാൽ യൂസ് ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഷാലിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഫ്യൂച്ചർ ആക്ഷൻ പറയാൻ I shall meet him within a couple of days. I shall meet him within a couple of days. ഞാൻ മീറ്റ് ചെയ്യും എന്ന് ഉറപ്പ് കൊടുക്കുന്നില്ല കേട്ടോ. അവിടെ ഷാൽ ഒരിക്കലും ഉറപ്പ് കൊടുക്കാൻ പറ്റില്ല. വില്ലാണെങ്കിൽ ഓക്കെ ഷുവർ ആണ്. മനസ്സിലായോ? I shall be there at 8 PM ഇങ്ങനെയൊക്കെ പറയാമെങ്കിലും അവിടെ ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് ഷാൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഷാൽ വെച്ചിട്ട്. shall I move? അതെ, shall I take a seat? അതൊക്കെ ചോദിക്കാം. അതിന് മാത്രമേ ഷാൽ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഷുഡ് ആണ്. ഷുഡ് എന്താണ്? ഷുഡ് ചെയ്യണം എന്നാണ്. യു ഷുഡ് റെസ്പെക്ട് യുവർ പാരന്റ്സ്. നീ പാരന്റ്സിനെ റെസ്പെക്ട് ചെയ്യണം. നീ അവിടെ പോണം. യു ഷുഡ് ഗോ ദേർ. നീ അവിടെ പോണം. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. അഡ്വൈസും പറയാം. യു ഷുഡ് ഈറ്റ് മോർ ഫ്രൂട്ട്സ് ആൻഡ് വെജീസ്. ഒരുപാട് ഫ്രൂട്ട്സ് ആൻഡ് വെജീസ് കഴിക്കണം. ചെയ്യണം, പോണം. ആ ണം വരുന്നതാണ് ഷുഡ്. ഓക്കെ, ഇതാണ് ഷാലും ഷുഡ്. ഇനി നെക്സ്റ്റ് ഏതാണ്? I think will and would. അപ്പൊ ഈ നോട്ടൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. വായിക്കാലോ. അപ്പോ വില്ല് ഞാൻ ഇനി പറയണോ? വില്ല് ഓൾറെഡി അറിയാവുന്ന കാര്യമാണല്ലോ. നമ്മള് ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്തപ്പോ വില്ല് പറഞ്ഞാണ്. കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വില്ല് ചെയ്യും എന്നൊരു മീനിങ്ങിലാണ് വില്ല് വരും. വിൽ ബി നമ്മൾ പഠിച്ചു, വിൽ ഹാവ് പഠിച്ചു, വിൽ ഹാവ് ബീനും പഠിച്ചതാണ്. ഇതെല്ലാം നമ്മൾ ടെൻസിൽ പഠിച്ച കാര്യം. ഫ്യൂച്ചർ ടെൻസിൽ അത് മാത്രമേ പറയുന്നുള്ളൂ. ഇതിനെ കുറിച്ചിട്ടാണ്. എക്സ്പ്ലെയിൻ ചെയ്യണോ ഞാൻ ഇനി? വേണോ? ഇതൊന്നും പറയാത്തെ ചെയ്യണോ? ഞാൻ എന്താ പറയാത്തേന്ന് വിചാരിച്ചാല് ചിലപ്പോ ആർക്കെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ വേണ്ട എന്ന് പറയുമ്പോൾ അവർക്കതൊരു ഇതാവേണ്ടെന്ന് വെച്ചാൽ ഞാൻ മിണ്ടാതിരിക്കുന്നത്. ഫോർ മീ വേണ്ട. ബാക്കി ആരെങ്കിലും ഒപ്പീനിയൻ പറയൂ. എക്സ്പ്ലെയിൻ ചെയ്യണോ വേണ്ടയോ? കാരണം ഓൾറെഡി നമ്മളിത് പറഞ്ഞ കാര്യങ്ങളാണ്. ടീച്ചറൊന്നുമില്ല. ഞാൻ ഈ നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. എന്താ വേണ്ടേ പറയൂ. ഐ വിൽ ചെയ്യും, ഐ വിൽ നോട്ട് ചെയ്യില്ല. വിൽ യു ചെയ്യോ? അല്ലെ, വിൽ യു ചോദിക്കാം. വിൽ യു ഡു ദാറ്റ്? ചെയ്യോ? ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ ക്യാൻ ചോദിക്കാം. മനസ്സിലായോ? വിൽ യു ഡു ദാറ്റ്? വോണ്ട് യു ഡു ദാറ്റ്? നീ അത് ചെയ്യില്ലേ? വോണ്ട് യു ഡു ദാറ്റ് എന്ന് ചോദിക്കാം. മനസ്സിലായോ? ഐ വിൽ നോട്ട് അല്ലെങ്കിൽ ഐ വോണ്ട്. ദെൻ വിൽ യു, വോണ്ട് യു. ഇതാണ് 4 ആക്ഷൻ. വിൽ ചെയ്യുമാണ്. വിൽ ബി ആയിരിക്കും, ആകും. അവൻ അവിടെ ഉണ്ടായിരിക്കും. ആ ഒരു മീനിങ്ങിലാണ് വരാ. വിൽ ഹാവ് എന്താണ്? ഉണ്ടാകും. അവൻ ഉണ്ടാകും എന്നാണ്. ഫ്യൂച്ചർ ആണല്ലോ, ഉണ്ടാകും. ഹി വിൽ ഹാവ് റിട്ടേൺ. അവൻ എഴുതിയിട്ടുണ്ടാകും. ഇനി വിൽ ഹാവ് ബീൻ ആണെങ്കിൽ അവൻ എഴുതിക്കൊണ്ടിരിക്കുക ആയിരിക്കും. ഹി വിൽ ഹാവ് ബി റൈറ്റിംഗ് എ ലെറ്റർ. അവൻ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുക ആയിരിക്കും. അത്രയേ ഉള്ളൂ വിൽ ഹാവ്. ഇനി കോമൺ ക്വസ്റ്റ്യൻ ചോദിക്കാം. വിൽ യു പ്ലീസ് ഓപ്പൺ ദി ഡോർ എന്ന് ചോദിക്കാം. വില്ല് വെച്ച് ചോദിക്കാം, ക്യാൻ വെച്ച് ചോദിക്കാം, കുട്ട് വെച്ച് ചോദിക്കാം, ഷാൽ വെച്ച് ചോദിക്കാം. ഏത് വെച്ച് നമുക്ക് ചോദിക്കാവുന്നുള്ളൂ. ഷാലിയു ചോദിക്കില്ല കേട്ടോ. ഐയുടെ കൂടെ വില്ലിയുടെ കൂടെയാണ്. ഷാലായി ആണ് കൂടുതലായിട്ട് വരാം. അപ്പൊ വിൽ ആണെങ്കിൽ വിൽ യു ഗോ ചോദിക്കാം. വിൽ യു പ്ലീസ് ഓപ്പൺ ദി വിൻഡോ? ക്യാൻ യു പ്ലീസ് ഓപ്പൺ ദി വിൻഡോ? കുഡ് യു പ്ലീസ് ഓപ്പൺ ദി വിൻഡോ? ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി വിൽ ഹാവ് ടു ആണെങ്കിൽ യു വിൽ ഹാവ് ടു വർക്ക് ആണ്. നീ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായി വന്നേക്കാം. വിൽ ഹാവ് ടു. യു വോണ്ട് ഹാവ് ടു വർക്ക് ആണ്. നീ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായി വരില്ല, വന്നേക്കില്ല. യു വോണ്ട് ആണ്, നെഗറ്റീവ് ആണ്. ക്വസ്റ്റ്യൻ ആണെങ്കിൽ വിൽ യു ഹാവ് ടു വർക്ക് ആണ്. ഇത് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായി വന്നേക്കാമോ? ക്വസ്റ്റ്യൻ. വോണ്ട് യു ഹാവ് ടു വർക്ക് ആണ്. ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായി വന്നേക്കില്ലേ? ഇതാണ് 4 ആക്ഷൻസ്. വില്ല് ഓക്കെ ആണോ? നിങ്ങൾക്ക് ക്ലിയർ ആണോ? പറയൂ, എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. എന്നാ എനിക്ക് മനസ്സിലാവുള്ളൂ. Yes, miss.
ഓക്കെ ആണ്, ക്ലിയർ ആണ്, അറിയാവുന്നതുകൊണ്ടാണേ. ഇനി നെക്സ്റ്റ് വുഡ് ആണ്. വുഡ് വില്ലിന്റെ പാസ്റ്റ് ആണ്, പ്രത്യേകിച്ച് അതൊന്നും പറയാനില്ല. വുഡ് വില്ലിന്റെ പാസ്റ്റ് ആണ്. ചെയ്യാം, എന്താണ് ചെയ്യും എന്നാണെങ്കിൽ ഇത് ചെയ്യും, ചെയ്യുമായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മലയാളം എങ്ങനെയാ പറയാൻ? would. Talk about the future in the past. Past il thanne, sorry, future il thanne past പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. എന്താണ്, I would meet on my way to home. ഇപ്പൊ എന്താ പറയാ, പാസ്റ്റില് അപ്പോ I will do that എന്ന് പറഞ്ഞു, ഞാനത് ചെയ്യും എന്ന് പറഞ്ഞു. അതിൽ തന്നെ പാസ്റ്റ് പറയുന്നത് ഞാനത് പാസ്റ്റ് എന്താ പറയപ്പോ, എങ്ങനെയാ ഞാൻ മലയാളം പറയപ്പോ? നമ്മള് റിപ്പോർട്ട് സ്പീച്ച് പഠിച്ച ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? റിപ്പോർട്ട് സ്പീച്ച് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് പഠിച്ചോ? അതില് ഫ്യൂച്ചർ ടെൻസില് നിങ്ങൾ പഠിച്ചതല്ലേ, വില്ല് ഇങ്ങനെ വുഡാകുന്നു, മനസ്സിലായോ? വില്ല് എന്താണ്, ഫ്യൂച്ചറിൽ തന്നെ പാസ്റ്റിലേക്ക് മാറുന്നു. സോ അതിൽ പ്രത്യേകിച്ച് മലയാളം പറയൽ ബുദ്ധിമുട്ടാണ് ചില കാര്യങ്ങളൊക്കെ. നിങ്ങൾക്കത് മനസ്സിലായോ? ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്നുണ്ടോ? വില്ലും വുഡും പറയൂ. ഇല്ല, ഇല്ലെന്നാണോ ഉണ്ടെന്നാണോ? എന്താണോ ഒന്നും മിണ്ടാത്തേ? ഒന്നും മിണ്ടത്തില്ല. ഓക്കെ, വുഡ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് എക്സ്പ്രഷൻസ് ചോദിക്കാം, ഒരുപാടുണ്ട്. ഇത്രയൊന്നും അല്ല, രണ്ടെണ്ണം ഞാൻ കൊടുത്തിട്ടുള്ളൂ നോട്ടില്. Would you mindify? What would you like to? Would you please? നമുക്ക് ഒരുപാട് എക്സ്പ്രഷൻസ് ചോദിക്കാം. അതായത് മീനിങ് തന്നെ വ്യത്യാസം വരും കേട്ടോ. Would you mindify എന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും വിരോധം ഉണ്ടോ? ഇത് ഇപ്പോ can, could, shall, should, will, would, do, does, did. ഇതിനെടുത്ത ക്ലാസ് നിങ്ങൾക്ക് എക്സാം ആയിട്ട് ഒരു ബന്ധവും ഇല്ല. ഫസ്റ്റ് ഞാൻ അത് പറയട്ടെ, ഒരു ബന്ധവും ഇല്ല കേട്ടോ, എക്സ്ട്രാ നോളജ് മാത്രമാണ്. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് കൊടുത്തിട്ടേ ഉള്ളൂ. മൊഡൽ വെർബ് എന്താണ്, ഏതൊക്കെയാണ് എന്ന് മാത്രം കൊടുത്തിട്ടുള്ളൂ, അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, അതാദ്യം മനസ്സിലാക്കാം. ഓക്കെ, അറിഞ്ഞു വെക്കുക. അറിയാനാണെങ്കിൽ ഒരുപാടുണ്ട്. വുഡിനെ കുറിച്ച് ഒരുപാട് നമുക്ക് എക്സ്പ്രഷൻസ് യൂസ് ചെയ്യും, ഒരുപാട് എക്സ്പ്രഷൻസ് ഉണ്ട്. would you mind if, എന്തെങ്കിലും വിരോധം ഉണ്ടോ? ഞാനത് ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടോ? would you mind if I do that? അല്ലെങ്കിൽ ഞാൻ ആ ഡോർ ഓപ്പൺ ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടോ? would you mind if I open the window? അല്ലെങ്കിൽ would you mind if I open the door? would you mind if I change the channel? അല്ലെങ്കിൽ would you mind if I switch off the light? എന്തും ചോദിക്കും, മനസ്സിലായോ? എന്തെങ്കിലും വിരോധം ഉണ്ടോ? എന്തെല്ലാം കാര്യങ്ങൾ. would you mind if I എന്ന് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട്, നിങ്ങൾക്ക് എന്താണ് ചോദിക്കേണ്ടത്, നിങ്ങൾക്ക് എന്താണ് പറയേണ്ടത്, അതിനുശേഷം നമുക്കത് വെറുതെ ആഡ് ചെയ്താൽ മാത്രം മതി. മനസ്സിലായോ? സോ അത്രയും യൂസ്ഫുൾ ആണ് ഈ എക്സ്പ്രഷൻസ്. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ എത്രത്തോളം യൂസ്ഫുൾ ആണ്. ക്ലിയർ? ക്ലിയർ ആണോ? അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. വുഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഒരുപാട് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാത്രമേ വരും. കാരണം നിങ്ങൾ എന്താണ്, ബിഗിനേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ടെൻഷൻ ഉള്ളത് എക്സാം എങ്ങനെ ആയിരിക്കും എന്നൊരു ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ട് അല്ലേ? ഉണ്ടോ? എക്സാമിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് അതെങ്ങനെയൊക്കെ ആയിരിക്കും. ഞാനപ്പോ അതിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നത് ക്ലാസ്സിൽ. എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പറയാനും ഒക്കെയാണ് ഞാൻ വന്നേ മെയിൻ ആയിട്ട്. അപ്പോ വെർബില് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പൊ ടേബിള് ഇപ്പൊ ഈ കാണുന്ന ടേബിള് കംപ്ലീറ്റ് ആയില്ലേ? ഓർഡിനറി, അതായത് മെയിൻ വേർബ്, ഇറഗുലർ വേർബ്, ഇറഗുലർ ഹെൽപ്പിംഗ് വേർബ്, ഓക്സിലറീസ്, ട്രാൻസിറ്റീവ് വേർബ്, ഇൻട്രാൻസിറ്റീവ് വേർബ്, ഇതെല്ലാം കംപ്ലീറ്റ് ആയില്ലേ? ഇപ്പോ എല്ലാത്തിനും നോട്ട്സ് ഉണ്ടല്ലോ കയ്യില്, ഇല്ലേ? ഇതിന് വരാൻ ചാൻസ് ഉള്ളത് റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ് ആണ്, വേറൊന്നും വരില്ല. ഓക്കെ, സന്തോഷായോ? സന്തോഷായി. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ അതിനെ കുറിച്ച് പറയാം. പിന്നെ WH ക്വസ്റ്റ്യൻസ്. WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡബ്ല്യൂയിലും എച്ചിലും സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും WH ക്വസ്റ്റ്യൻസ് ആണ്.
അല്ലാതെ വാട്ട്, വെയർ, വിച്ച് അത് മാത്രമല്ല. ഹൗ ഒക്കെ WH ക്വസ്റ്റ്യൻസിൽ പെടുന്നതാണ് കേട്ടോ. ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. വാട്ട്സ് യുവർ നെയിം, വെയർ ഇസ് യുവർ ഹോം, where do you go to this hospital, ഇതുകൊണ്ടാണ് പോയത്. ഓക്കെ, അപ്പൊ അത്രയത്തി അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറയുന്നത്. ഇനിയുള്ളത് അബൌട്ട് ദ ടൈം. ടൈം പറയുമ്പോൾ എപ്പോഴാണ്, എപ്പോൾ എന്നൊരു ചോദ്യം. ഇപ്പൊ വെൻ ആണ് വരാം. റീസൺ ആണെങ്കിൽ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം. ഡിസ്റ്റൻസ് ആണെങ്കിൽ ഹൗ ഫാർ അല്ലെ, ഹൗ ഫാർ ദൂരമാണെങ്കിൽ ഹൗ ഫാർ എന്ന് ചോദിക്കാം. ഡ്യൂറേഷൻ ആണെങ്കിൽ ഹൗ ലോങ്, എത്രത്തോളം ടൈം എടുത്തു, ഹൗ ലോങ്. ഫ്രീക്വൻസി ഹൗ ഓഫൺ. നമ്പർ ആണെങ്കിൽ ഹൗ മെനി. ഇത്രയേ ഉള്ളൂ ഈ വെർബ് എന്ന് പറയുന്ന ചാപ്റ്റർ. മനസ്സിലായോ ഇപ്പോ? ക്ലിയർ അല്ലേ? ഞാൻ ആദ്യമേ എടുത്തിട്ട് പോയത് നമ്മുടെ എക്സാമിന് വേണ്ടി മാത്രമാണ്. പിന്നെ ഇതൊക്കെ പറയണമെങ്കിൽ തന്നെ ടെൻസ് അത്യാവശ്യം അറിഞ്ഞിരിക്കണം, അല്ലാതെ ഒന്നും പറഞ്ഞത് കാര്യമൊന്നുമില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ഡൗട്ട് പറഞ്ഞത് അഡ്ജക്റ്റീവിലാണ്. അഡ്ജക്റ്റീവ് നോട്ട് കേട്ടെ എന്താ പറയാവേ. അഡ്ജക്റ്റീവിൽ അധികം ക്വസ്റ്റ്യൻസേ വരില്ല കേട്ടോ. ചാൻസ് വളരെ കുറവാണ് അഡ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. Just wait a second. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അഡ്ജക്റ്റീവ് മാത്രമേ ഡൗട്ട് ഉള്ളൂ? അത് മൂന്നും കമ്പയർ ചെയ്ത് പഠിക്കണ്ട കേട്ടോ. അതിന് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് വളരെ കുറവാണ്. ക്വസ്റ്റ്യൻസേ വരാറില്ല. മെയിൻ ആയിട്ട് വരുന്ന അഡ്ജക്റ്റീവിന് വരും. അഡ്ജക്റ്റീവിന് ക്ലോസ് ചെയ്തൊന്നും വന്നിട്ടില്ല. അഡ്വേർബിന് വരുന്നുണ്ട്, അല്ലാതെ നൗണിനൊന്നും ക്വസ്റ്റ്യൻ വന്നിട്ടേ ഇല്ല കേട്ടോ. അതുകൊണ്ട് ആ ഒരു ടെൻഷനോ പേടിയോ ഒന്നും വേണ്ട. ടീച്ചർ തന്നെയാണോ ക്വസ്റ്റ്യൻ ഇടുന്നത്? അറിഞ്ഞിട്ട് എന്തിനാണാവോ മോഡല്? അല്ല, അറിഞ്ഞിട്ട് വെറുതെ ചോദിച്ചതാണ്. ടീച്ചർ തന്നെയാണോ ഇടുന്നത്? ടീച്ചർ പറഞ്ഞൊന്നും തരണ്ട, അതിന് വേണ്ടിട്ടൊന്നല്ല ചോദിക്കുന്നു. ഇല്ല, പക്ഷെ ഇമ്പോർട്ടന്റ് ക്ലാസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞ മോഡൽ ഞാനാ ഇടുന്നേ. നമുക്ക് ഇത്രയും നാള് എക്സാം നടത്തുമ്പോ ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇവിടെ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമാണ് അഡ്ജക്റ്റീവ് ക്ലോസ്, അഡ്ജക്റ്റീവ് ആഡ്വേർബും വരാൻ ചാൻസ് ഉണ്ട് പൊതുവെ. കണ്ടിട്ടുണ്ട് ഞാൻ വന്നത്. പക്ഷെ നൗണിന് ഒന്നും വന്നിട്ടില്ല കേട്ടോ. നൗണിന് ക്വസ്റ്റ്യനേ വന്നിട്ടില്ല. അഡ്ജക്റ്റീവ് പറഞ്ഞത് ക്ലോസ്. യെസ്, I visited the town where they met. The orange that he bought was delicious. The woman who was wearing a red dress. The book that I read last night. ഈ 4 എക്സാമ്പിൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഈ നാല് സെന്റൻസും ഏത് ടെൻസ് ആണെന്ന് നോക്കി. Past tense. ഏതാണ്? എന്റെ ആരും ഇല്ലേ ക്ലാസ്സില്? എന്തെന്നില്ലായിരുന്നു. WH മറ്റേ നോക്കണത് അങ്ങനല്ലേ മനസ്സിലാക്കാറ്? WH വരുന്നത് ഐ വിസിറ്റ് ദ ടൗൺ വേർ ദ മീറ്റ്, വേർ വരുന്നത് വെച്ചിട്ടല്ലേ ക്ലോസ് ആണോ ഫ്രേസ് ആണോ എന്ന് മനസ്സിലാക്കണത്. അങ്ങനെയും നമുക്ക് നോക്കാം. മിസ് അന്ന് അങ്ങനല്ലേ പറഞ്ഞു തന്നിരുന്നെ? ഞാൻ പല രീതിയിലും റിലേറ്റീവ് പ്രൊണൗൺ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലോസ് ആണ് ഉള്ളത്.
ഞാനത് പറഞ്ഞു, സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോ ടെൻസ് വെച്ച് പറയണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഒരുപാട് കൺഫ്യൂഷൻ വരണ്ട. മനസ്സിലായെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻ വരണ്ട, ഏറ്റവും നല്ലത്. ടീച്ചർ അതെ, അതാ നല്ലത്. അതാണ് ഞാനിത് അധികം എടുക്കാതെ. കാരണം കറക്റ്റ് ആയിട്ട് പറഞ്ഞു വെച്ച് പോയ കാര്യമാണ്. ഇനി എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോകാൻ ചാൻസ് ഉണ്ട്. എക്സാം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഭാഗം നോക്കാം, ടീച്ചർ തരുന്ന നോട്ട്. അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത് സബോർഡിനേറ്റ് കൺജക്ഷൻ വരുന്ന റിലേറ്റീവ് പ്രോണൗൺ വരുന്നതാണ് കേട്ടോ. റിലേറ്റീവ് പ്രോണൗൺ വെച്ച് വരുന്നത് അഡ്ജക്റ്റീവ് ക്ലോസ്. അങ്ങനെ പഠിക്കും, അത് മതി. ദെൻ അഡ്വേർബ് എങ്ങനെയാണ്? സബോർഡിനേറ്റ് കൺജക്ഷൻ വെച്ചിട്ടാണ്. പക്ഷേ സബോർഡിനേറ്റ് കൺജക്ഷൻ ആണെങ്കിലും ഈ റിലേറ്റീവ് പ്രോണൗണിന്റെ പോർഷൻസ് വരാറുണ്ട്. ആ കീവേഡ്സ് എന്താ വരാറുണ്ട്, ചാൻസ് ഉണ്ട്. ദാറ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട്. സബോർഡിനേറ്റ് കൺജക്ഷനിലും ഈ ദാറ്റ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണ്? അഡ്വേർബ് അറിയാലോ, വെർബ് ആയിരിക്കും. അതിന് വെർബിനെ ആയിരിക്കും അവിടെ ഫോക്കസ് ചെയ്യാം. അഡ്ജക്റ്റീവിലോ ഒരു പേഴ്സണോ ഒരു തിങ്കിനെയോ മോഡിഫൈ ചെയ്തായിരിക്കും പറയും. ഇത് രണ്ടും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പൊ സെന്റൻസ് നന്നായിട്ട് വായിച്ചു നോക്കാം. അഡ്വേർബ് ആണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ ഒരു തിങ്കിനെയാണോ അതിനെ മോഡിഫൈ ചെയ്യുകയാണോ നോക്കാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് അഡ്വേർബ് ആണോ ഒബ്ജക്റ്റീവ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നോക്കേണ്ടത് എന്താണ്? അത് റിലേറ്റീവ് പ്രോണൗൺ വെച്ച് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഓബ്വിയസ്ലി അത് എന്താണ്? അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. മനസ്സിലായോ? സബോർഡിനേറ്റ് കൺജക്ഷൻ ആണെങ്കിൽ അത് അഡ്വേർബ് ക്ലോസ് ആണ്. ക്ലിയർ? സിമ്പിൾ അല്ലേ? എന്തോ വിളിച്ചാണോ? സിമ്പിൾ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ മിസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അറിയോ? നെക്സ്റ്റ് ക്ലാസ്സിനും കൂടെ ഞാൻ മിക്കവാറും വരും, ചാൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ്, ഇനി ക്വസ്റ്റ്യൻസ് വരുന്നത് ഞാൻ പറയാം, അതുകൂടെ പറയാം. ചിലപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ അങ്ങനെ വരാൻ പറ്റിയില്ലെങ്കിലും. ഓക്കെ, ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ പ്രോണൗൺ ഇല്ലേ? നമ്മൾ 9 ടൈപ്സ് ഓഫ് പ്രോണൗൺ. ഈ നൗണിന്റെ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വരും കേട്ടോ. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് അതിന് പ്രതീക്ഷിക്കാൻ പറ്റും. ഈ നൗൺസ് എല്ലാം പഠിച്ചു വെക്കാം കേട്ടോ. ഈ നൗൺ, പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, ആബ്സ്ട്രാക്ട് നൗൺ, കളക്ട് ചെയ്യും. ഈ 4 നൗണും പഠിച്ചു വെക്കും. കൗണ്ടബിളും അൺകൗണ്ടബിളും അധികം വരാൻ ചാൻസ് ചെയ്യും. ഇതാണ് ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. പിന്നെ മെറ്റീരിയൽ നൗൺ ഒക്കെ നോക്കാം. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്തൊക്കെ നൗൺ ആദ്യം നന്നായിട്ട് പഠിക്കുക. ഏതൊക്കെ നൗൺ എങ്ങനെയൊക്കെ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇനിയുള്ളത് പ്രോണൗൺ. നമ്മുടെ പ്രോണൗണിൽ തന്നെ 9 ടൈപ്സ് ഓഫ് പ്രോണൗൺസ് ഉണ്ട്. പിന്നെ അതുപോലെ ഈ പ്ലൂറൽസ് പഠിച്ചു വെക്കണം കേട്ടോ. ഈ പ്ലൂറലൈസ് ചെയ്യുക, സിംഗുലറിനെ പ്ലൂറലൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് പഠിച്ചു വെക്കാം. ഇപ്പൊ എക്സാമ്പിൾ ചോദിക്കാനാണെങ്കിൽ ഓക്സിന്റെ പ്ലൂറൽ എങ്ങനെയാ? ഓക്സൺ. ഇത് പല രീതിയിലും ഓപ്ഷൻസ് വരും. സ്പെല്ലിംഗ് തെറ്റൊക്കെ ഇരിക്കും കേട്ടോ. ഓക്സൺ, ഓക്സസ്, ഓക്സ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും കേട്ടോ. അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഓക്സൺ ചിലപ്പോ OXEN ആണ് ഓക്സൺ. ഞാനല്ല ക്വസ്റ്റ്യൻ ചിലപ്പോ OXAN എന്നൊക്കെ തരാം. മനസ്സിലായോ? അപ്പൊ സ്പെല്ലിംഗ് കൂടെ പഠിച്ചു വെക്കണം. ഓക്കെ. പിന്നെ ജെൻഡേഴ്സ് അല്ല, ഈ ഫോർമേഷൻ ഓഫ് ജെൻഡേഴ്സ് പഠിക്കും. ഹീറോസ് ആണ്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ജസ്റ്റ് ടെക്സ്റ്റ് വൈസ് ആയാലും പഠിച്ചാൽ മതി. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും. പിന്നെ ചോദിക്കാനുള്ളത് പ്രോണൗൺ ആണ്. പ്രോണൗണില് ഈ 9 ടൈപ്സ് ഓഫ് പ്രോണൗൺ പഠിച്ചു വെക്കാം. പിന്നെ കീവേഡ്സ് മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കാം കേട്ടോ. ഒരു സെന്റൻസ് തന്നിട്ട് ഒരു വേർഡ് ഇപ്പോ ഐ തിങ്ക് പറയുകയാണെങ്കിൽ സാം ആൻഡ് ജേക്കബ് ഫൈറ്റ് ഈച്ച് അതർ. ഓക്കെ, എന്നിട്ട് സെന്റൻസ് തന്നിട്ട് ഈച്ച് അതറിന്റെ ആ പോർഷനിൽ അണ്ടർലൈൻ ചെയ്തു. എന്നിട്ട് ക്വസ്റ്റ്യൻ തരാണ്, ഐഡന്റിഫൈ ദ അണ്ടർലൈൻ പാർട്ട്. ഇത് ചോദിച്ചിട്ട് 4 ഓപ്ഷൻസ് തരും. റിലേറ്റീവ് പ്രോണൗൺ, ഇന്ററോഗേറ്റീവ് പ്രോണൗൺ, ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ, റെസിപ്രോക്കൽ പ്രോണൗൺ. ഏത് പ്രോണൗൺ ആണ്? ഈച്ച് അതർ, റെസിപ്രോക്കൽ പ്രോണൗൺ. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ
നിങ്ങൾ ഈ കീവേഡ്സ് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചോട്ടതെല്ലാം മസ്റ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് വരും. പിന്നെ ഉള്ളത് റിലേറ്റീവ് പ്രോണൗൺ. റിലേറ്റീവ് പ്രോണൗൺ എന്ന് അറിയാലോ, വിച്ച് ഓർ ദാറ്റ് വെച്ചിട്ട് ഡാഷ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വെച്ചിട്ട് ചോദിക്കും. അതിൽ മനസ്സിലാക്കേണ്ടത് പേഴ്സൺ, ഹ്യൂമൻ ബീയിങ്സ് ആണെങ്കിൽ ഹൂ, ഹൂസ്, ഹൂ, ഇത് മൂന്നേ വരും. തിങ്സ് ആണെങ്കിൽ വിച്ച് ഓർ ദാറ്റ്. ഓക്കെ, അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. തിങ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ് എഴുതാൻ. ഓപ്ഷനിൽ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഏതിൽ ഒന്നേ ഉണ്ടാകുള്ളൂ, രണ്ടും ഒരുമിച്ച് ഓപ്ഷനിൽ കൊടുക്കില്ല. അത് എളുപ്പമാണ് എഴുതാനായിട്ട്. ഇനി ഹ്യൂമൻ ബീയിങ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട് വരാം, ഹൂ ആണോ, ഹൂസ് ആണോ, ഹൂം ആണോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആ തന്നിരിക്കുന്ന സെന്റൻസിന്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കാം. എന്നിട്ട് അതിൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ആര് എന്നൊരു ക്വസ്റ്റ്യൻ ആണ് കിട്ടുക. ആര് എന്നാണെങ്കിൽ ഹൂ ആയിരിക്കും റിലേറ്റീവ് പ്രോണൗൺ ആയിട്ട് വരാം. ഇനി ആര് എന്നാണെങ്കിലോ ഹൂം ആയിരിക്കും. ആരുടെ എന്നാണെങ്കിൽ ഹൂസ് ആയിരിക്കും. അങ്ങനെ ട്രിക്കിലൂടെ പഠിക്കാം. മനസ്സിലായോ? അതിന് അത് ക്ലിയർ ആണല്ലോ. എന്ത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നൂടെ? റിലേറ്റീവ് പ്രോണൗൺ ഇപ്പോ we saw the dog, Cash worried the cat. ഇത് റിലേറ്റീവ് പ്രോണൗൺ ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തായിരിക്കും അവിടെ വരാം? We saw the dog, Dash worried the cat. ഏതാണ് വരാം? എന്തുകൊണ്ടാണെന്നല്ലേ? വാട്ട് വെറി ദ കാറ്റ് ആണോ? Who? We said the dog that worried the cat. അതായത് we saw the dog that worried the cat. ഇവിടെ എന്തിനെ കുറിച്ചാ പറയുന്നത്? എന്താണ് ഇവിടെ? ഡോഗ് ആണ്. അനിമൽ അല്ലേ? അനിമൽ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് റിലേറ്റീവ് പ്രോണൗൺസ് ആയിരിക്കും? വിച്ച് അല്ലെങ്കിൽ ദാറ്റ്. ഇത് രണ്ടും യൂസ് ചെയ്യുള്ളൂ കേട്ടോ. വിച്ച് അല്ലെങ്കിൽ ദാറ്റ് യൂസ് ചെയ്യുള്ളൂ. അല്ലാണ്ട് ആര് എന്നുള്ള ചോദ്യം അവിടെ വരില്ല. അതൊരു പട്ടിയാണ്, ആര് നമ്മൾ ചോദിക്കില്ല അല്ലെ. അപ്പൊ വിച്ച് അല്ലെങ്കിൽ ദാറ്റ്. അനിമൽ ആണെങ്കിൽ അങ്ങനെ രണ്ട് പ്രോണൗണേ വരുള്ളൂ. അപ്പൊ ഇവിടെ ഏത് കൊടുത്തിട്ടുണ്ട്? ഇവിടെ ഓപ്ഷനിൽ ഏതാ ഉള്ളത്? അപ്പൊ ദാറ്റ് ചെയ്താ മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. Here is a book. Dash contains picture. Which here is book which contains picture. വിച്ച് അല്ലേ? അത് ബുക്ക് അല്ലേ? തിങ്ക് അല്ലേ? അപ്പൊ അനിമലോ തിങ്കോ വന്നാൽ വിച്ച് ഓർ ദാറ്റ് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോ, ഏതെങ്കിലും വെച്ചോ എവിടെയെങ്കിലും കേട്ടോ. അനിമലോ തിങ്കോ വന്നാല് റിലേറ്റീവ് പ്രോണൗൺ വിച്ച് ഓർ ദാറ്റ് ഇത് മാത്രമേ വരൂ, ഒരു ആൻസർ വരില്ല കേട്ടോ. ഇനി നെക്സ്റ്റ് he is a man dash you can trust. Who? അതൊരു വ്യക്തിയാണ്, പേഴ്സൺ ആണ്. അപ്പൊ വരുന്ന പ്രോണൗൺസ് ഹൂ, ഹൂം, ഹൂസ് ഇത് മൂന്നിൽ ഏതെങ്കിലും ആയിരിക്കും വരാം. അത് ഏതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആ മീനിങ് ഒന്ന് നോക്കാം. ഹി ഈസ് എ മാൻ ഡാഷ് യു ക്യാൻ ട്രസ്റ്റ്. ആ ഡാഷ് വിട്ടിട്ടുള്ള മീനിങ് നോക്കാം. അവനൊരു പുരുഷനാണ്, മാൻ ആണ്, അവന് വിശ്വസിക്കാം. അപ്പോ അതാണ് മീനിങ്. അതിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം അല്ലെ. എന്താ ചോദിക്കാം? ആര് അല്ലെ, ആരെ വിശ്വസിക്കാം അല്ലെ, ആര് എന്നുള്ള ചോദ്യം വരില്ലേ? വരുമോ?
Yes. അപ്പൊ who ആണ് വരാം. Who you can trust. Then we always like boys. Dash speak the truth. നമുക്ക് ബോയ്സ് ഇഷ്ടമാണ്, അവര് സത്യം പറയും. Who? ഹൂമാണ്. അവര് ആര്? ഹൂ ആണ് കേട്ടോ. ആര് സത്യം പറയും? ബോയ്സ്. ഹൂ ആണ്. ഇനി the doctor from dash we got the prescription is well known physician. Whom? ഏതാണ് വരാം? എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ. Whom? ഹൂമാണോ? ഹൂമിന് മീനിങ് എന്താ? ആരെയെന്നല്ലേ? ഡൗട്ട് ആണല്ലോ, കംപ്ലീറ്റ് ഡൗട്ട് ആണല്ലോ. റിലേറ്റീവ് പ്രോണൗൺ ഡൗട്ട് ആണല്ലേ? ഓക്കെ, അവിടെ നിൽക്കട്ടെ, ഞാൻ പറ്റിയാല് ക്ലാസ്സിൽ വന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ റിലേറ്റീവ് പ്രോണൗണിന്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചോട്ടോ. അതോടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ ഇത്രയും ക്വസ്റ്റ്യൻസ് വരും. ദെൻ വെർബ്, വെർബിന്റെ ക്വസ്റ്റ്യൻസ് അധികം വരില്ല. ടെൻസിൽ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും. ചിലപ്പോൾ ആക്റ്റീവ് വോയിസ് തന്നിട്ടുണ്ടാകും, പാസീവ് വോയിസ് കണ്ടുപിടിക്കാനായിട്ട് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടാകാം. അതിൽ നിന്ന് പാസീവ് വോയിസ് കണ്ടുപിടിക്കാം. ദെൻ ചിലപ്പോ പാസീവ് വോയിസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ട് ആക്റ്റീവ് വോയിസ് കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെ 4 ഓപ്ഷൻസ് ആക്റ്റീവ് വോയിസിൽ തരും, അത് കണ്ടുപിടിക്കാം. ഓക്കെ, അത് ഏത് ടെൻസിൽ വേണമെങ്കിൽ ചോദിക്കാം. ഇതിൽ നിന്ന് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. വരും, ചാൻസ് ഉണ്ട്, ചാൻസ് എല്ലാം വരും. ആർട്ടിക്കിൾ വരും കേട്ടോ. ആർട്ടിക്കിളിന്റെ ക്വസ്റ്റ്യൻ വരും. എ ആൻഡ് എവിടെയൊക്കെ യൂസ് ചെയ്യും ക്വസ്റ്റ്യൻ വരും. കോൺഗേർഡിന് ക്വസ്റ്റ്യൻ വരും. കോൺഗേർഡിന് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വെച്ചിട്ടായിരിക്കും. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് ഗുഡ് ഫോർ ഹെൽത്ത്. ഏതായിരിക്കും യൂസ് ചെയ്യാം? ബ്രെഡ് ആൻഡ് ബട്ടർ. ഇത് നമ്മൾ സിംഗുലർ ആയിട്ടാണോ പ്ലൂറൽ ആയിട്ടാണല്ലോ കാണാം? ബ്രെഡ് ആൻഡ് ബട്ടർ Singular. സിംഗുലർ ആണ്. അപ്പൊ ഏത് ഓപ്ഷൻ അവിടെ വരാം? Yes. യെസ്. അപ്പൊ ആ ടൈപ്പ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. അതില് കോൺഗേർഡ് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ, അതൊന്ന് നോക്കി വെക്കുക കേട്ടോ. അതില് ആസ് വെൽ ആസ് നോക്കി വെക്കുക. പിന്നെ ഈ പറയുന്ന ബ്രെഡ് ആൻഡ് ബട്ടറിൽ ഏതെങ്കിലും ഒരു നോക്കി വെക്കുക. പിന്നെ കിലോസ് അല്ലെ, നമ്മുടെ മണി, റുപ്പീസ്, കിലോസ് ഒക്കെ വരില്ലേ, വെയിറ്റ്, അതൊന്ന് നോക്കി വെക്കുക. ഇത്രയും കാലൊക്കെ നോക്കി വെക്കുക കേട്ടോ. അതിൽ നിന്നായിരിക്കും മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. Then മിസ്സേ ഒരു സംശയം, ടെൻസിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുമോ നമ്മുടെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്? അത് റിപ്പോർട്ട് സ്പീച്ചിന് ക്വസ്റ്റ്യൻ വരും കേട്ടോ. റിപ്പോർട്ട് സ്പീച്ചിൽ നിന്നും ആക്റ്റീവ് വോയിസിൽ നിന്നും ക്വസ്റ്റ്യൻസ് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം, വരും, മസ്റ്റാണ്. പിന്നെ അഡ്ജക്റ്റീവിന് ക്വസ്റ്റ്യൻ വരും കേട്ടോ. ഒരെണ്ണൊക്കെ ഉണ്ടാകുള്ളതേ, കുറേ. ഓക്കെ, ഒരെണ്ണം ആണെങ്കിലും ടീച്ചർ അതിന് 2 മാർക്കല്ലേ ഒരു ക്വസ്റ്റ്യന്? 2 മാർക്ക്. നിങ്ങൾക്ക് ഞാൻ നോക്കട്ടെ, അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. അഥവാ ഞാൻ യൂഷ്വലി വരാൻ ചാൻസ് ഉള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, എന്താണ് എന്തോ എക്സാമിന് മുന്നായിട്ട് എന്തായാലും മിസ് ഉണ്ടാവണം കേട്ടോ വരണേ. വരും ഷുവർ ആയിട്ട് വരും കേട്ടോ. എക്സാമിന് മുന്നായിട്ട് ഞാൻ വരാം. എന്നാൽ അടുത്ത മൺഡേ ഞാൻ തന്നെ ആയിരിക്കും വരാം. അധികം മുന്നാണെങ്കിൽ ഞാൻ എന്തായാലും ടൈം എക്സ്ട്രാ ഒരു 2:30-ക്കോ ശേഷമോ ഞാൻ വന്ന് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടേ ഞാൻ പോകും. ഓക്കെ, അപ്പൊ ആ ഒരു ടെൻഷൻ എക്സാം നമുക്ക് ഈസി ആക്കാം, സിമ്പിൾ ആക്കാം. ഓക്കെ ടീച്ചർ, ഓഗസ്റ്റിലല്ലേ ടീച്ചർ എക്സാം വരുന്നത്? അല്ലെ, ജൂണിൽ ക്ലാസ് കഴിഞ്ഞാലും ഓഗസ്റ്റ് അല്ലേ? ഓഗസ്റ്റ് ആവില്ല, ജൂണിൽ ക്ലാസ് കഴിഞ്ഞാല് ഐ തിങ്ക് ജൂലൈ 1st
എക്സാം ഉണ്ടാവും ജൂണിനോ. അപ്പൊ ജൂൺ മിക്കവാറും നെക്സ്റ്റ് വീക്കോട് കൂടി നമ്മുടെ ക്ലാസ് മിക്കവാറും കഴിയാൻ ചാൻസ് ഉണ്ട്. സോ മന്തിന്റെ ചിലപ്പോൾ മോഡൽ ഉണ്ടാകാം, നെക്സ്റ്റ് മന്ത് ചിലപ്പോ ഫൈനൽ എക്സാം ഉണ്ടാകാം. മോഡൽ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പ്രാക്ടിക്കൽ ഉള്ളത് കേട്ടോ. പ്രാക്ടിക്കൽ ഉണ്ട്, അപ്പൊ അതിനുശേഷമാണ് പിന്നെ ഫൈനൽ എക്സാം വരുന്നത്. മിക്കവാറും അടുത്ത മാസം ജൂലൈയോട് കൂടി ചിലപ്പോൾ കഴിയാൻ ചാൻസ് ഉണ്ട്, ഐ തിങ്ക്, അറിയില്ല. മോഡൽ പക്ഷേ മിക്കവാറും ഈ മാസം മന്തിന്റോ അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റോ മോഡൽ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മിസ്സേ, ഞാൻ ജൂലൈയിൽ ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്, ഇന്റേൺഷിപ്പിന് പോകുന്നുണ്ട്. അപ്പോ ആ ടൈമിലാവോ? എക്സാം ആ ടൈമിലാവോ? ടൈം ഇടുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സാറിനൊന്ന് കോൺടാക്ട് ചെയ്യൂ കേട്ടോ. എക്സാം എഴുതാൻ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ സാറിനെ കോൺടാക്ട് ചെയ്യും, ഒരു പറയാം, സൊല്യൂഷൻ പറയാം. ടീച്ചർ, നമ്മളുടെ മോക്ക് ടെസ്റ്റ് പോലെ തന്നെയാണോ? സ്കോർ അപ്പൊ തന്നെ വ്യൂ ചെയ്യാൻ പറ്റുമോ, അല്ലെ പിന്നെ അറിയാ ചെയ്യുന്നേ? അല്ല, സ്കോർ അപ്പൊ തന്നെ അറിയാൻ പറ്റില്ല എന്നാ തോന്നുന്നത്. കുഴപ്പമില്ല, അത് നമ്മള് കണ്ട് പിടിച്ചോളാം, എഴുതിയത് വെച്ചിട്ട് നോക്കിയിട്ട്. പിന്നെ എന്താണ്, 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 മാർക്കാണ്, 100 മാർക്കിലാണ്. എക്സാം 1 hour ആണ് എക്സാം വരിക. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പറയാം. കഴിഞ്ഞവർക്ക് എങ്ങനെയുണ്ട് മാർക്സ് ഒക്കെ എങ്ങനെയുണ്ട് കഴിഞ്ഞ ബാച്ചിനൊക്കെ? ടോപ്പ് 98 കിട്ടിയവരുണ്ട്. ഏറ്റവും ടോപ്പ് 98 ആയിരുന്നു. അതെയോ? അപ്പൊ നമ്മൾ ടോപ്പ് ആവണമെങ്കിൽ 100 വാങ്ങണം അല്ലേ? യെസ്, വേണ്ടി വരും. പഠിക്കൂ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെയധികം സിമ്പിൾ ആണ്. നിങ്ങൾ ടെൻഷൻ അടിക്കാണ്ടിരുന്നാൽ മാത്രം മതി, എനിക്ക് വേറൊന്നും പറയാനില്ല. വളരെയധികം സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ക്ലാസ് അറ്റൻഡ്, അതായത് ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തവർക്ക് എല്ലാവർക്കും നല്ല മാർക്കുണ്ട്. ഓക്കെ, റെക്കോർഡ് ക്ലാസ് കാണുന്നവരുടെ കാര്യം കഷ്ടമാണ്, എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. പൊതുവെ അറിയാലോ, ചിലപ്പോൾ ഒരു കാണുന്നുണ്ടായിരിക്കില്ല. പക്ഷെ ലൈവ് ക്ലാസ് ആണെങ്കിൽ ആ ലൈവ് ക്ലാസ്സിലുള്ളവർക്ക് എന്തായാലും നല്ല മാർക്ക് ഉണ്ട്, 80 above എന്തായാലും ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് മാക്സിമം ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഇംഗ്ലീഷ് കുറച്ച് എന്താണ്, ഇംഗ്ലീഷ് വേണം, മസ്റ്റ് ആണ്. എന്താ, ഇംഗ്ലീഷിനെ കുറിച്ച് പേടിയുണ്ട് എല്ലാവർക്കും, പേടിയെന്ന് തോന്നുന്നു പൊതുവെ. ബാക്കി സബ്ജക്റ്റിനെ വെച്ചിട്ട് ഇംഗ്ലീഷ് കുറച്ച് ടഫ് ആവുമോ പറയുമ്പോ പൊതുവേ ഒരു പേടി തന്നെയാണ്. പേടിക്കണ്ട കേട്ടോ, എക്സാം ഇംഗ്ലീഷ് ഒട്ടും പേടിക്കരുത്. കാരണം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോ ഒത്തിരി ടഫായിട്ട് തോന്നിയാലും ആൻസർ വളരെ സിമ്പിൾ ആണ്, അത് മനസ്സിലാക്കൂ. ഇപ്പോ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇത് പാസീവ് വോയിസിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഷീ ഈറ്റ്സ് ഓറഞ്ച് എന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസ് ആണ് അല്ലെ? അതിന്റെ പാസീവ് വോയിസ് എന്തായിരിക്കും? പാസീവ് വോയിസ് ഓറഞ്ചസ് ഡാഷ് ഈറ്റൺ ബൈ ഹർ. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഈസ്, ആർ, വാസ്, ഡു. ഇതിൽ ഏതായിരിക്കും ആൻസർ? ഓറഞ്ചസ് ആർ. സിമ്പിൾ അല്ലേ? ഇനി വേറൊരു ക്വസ്റ്റ്യൻ. The boy said, I like sweets. The boy said, I like sweets. The ഡയറക്റ്റ് സ്പീച്ച് ആണ്, ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാം. എങ്ങനെയായിരിക്കും വരാം? പല രീതിയിലും നമ്മൾ ഓപ്ഷൻസ് കൊടുക്കും. ഇപ്പോ the boy said that he liked ice cream, he liked sweets. The boy said that he had liked sweets. The boy said that he does like sweets. The boy said that he has liked sweets. തലതിരിച്ചും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ടും ഗ്രാമറിലെ മിസ്റ്റേക്ക് ആയിട്ടൊക്കെ ഓപ്ഷൻസ് വരാം. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഓപ്ഷൻസ് മുഴുവൻ വായിച്ചു നോക്കിയിരുത്, മണ്ടത്തരമാണ് അത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോ, റിപ്പോർട്ട് സ്പീച്ച് എന്നും ആക്റ്റീവ് വോയിസ് എന്നൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോ ഒരുപാട് ലെങ്തി ഓപ്ഷൻസ് ആയിരിക്കുമല്ലോ. അപ്പൊ ഓപ്ഷൻസ് ആദ്യം ഫുള്ള് വായിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ എന്താണ്, ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ the boy said I like sweets. നിങ്ങൾ ചെയ്യേണ്ടത് അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എന്ന് നിങ്ങൾ ആൻസർ ചെയ്യുക ആദ്യം. എങ്ങനെയായിരിക്കും വരാം? ലൈക്ക് സ്വീറ്റ്സ് എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് ആണ്, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സോ അത് എങ്ങോട്ടേക്ക് മാറുന്നു?
സിമ്പിൾ പാസ്റ്റിലേക്ക് മാറുന്നു. ദാറ്റ്സ് ഓൾ. അപ്പൊ എന്ത് വരും? The boy said that he liked. he liked sweets. He liked sweets. മനസ്സിലായോ? അപ്പൊ ആൻസർ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചിട്ട് ആ ആൻസർ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് ആൻസർ കറക്റ്റ് ആൻസർ എഴുതാം. അല്ലാതെ ഓപ്ഷൻസ് ഫുള്ള് വായിച്ചു കഴിഞ്ഞാല് നിങ്ങൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആകുകയുള്ളൂ. മനസ്സിലായോ? ആൻസർ കണ്ടുപിടിക്കുക, ആൻസർ ആ ഓപ്ഷൻസിൽ ഉണ്ടോ നോക്കാം. അതാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? റിപ്പോർട്ടിൽ നിന്നും ആക്റ്റീവ് വോയിസിൽ നിന്നൊക്കെ അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാണെങ്കിൽ ക്ലിയർ? യെസ് ടീച്ചർ, ഞാൻ അങ്ങനെ തന്നെയാ നോക്കാറ്. ഓപ്ഷൻ നോക്കാതെ വേഗം ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കും. അത് അതിലുണ്ടോ അങ്ങനെ ചെയ്യാം. അഥവാ കിട്ടുന്നില്ലെങ്കിൽ മാത്രമേ ഓപ്ഷൻ നോക്കാറുള്ളൂ. ഏറ്റവും നല്ല വഴിയാണത്. കാരണം അല്ലെങ്കിൽ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോകും. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ ആയിരിക്കും, പക്ഷെ നിങ്ങൾ ഓപ്ഷൻ കാണുമ്പോൾ ഇതായിരിക്കോ അല്ലെങ്കിൽ ഇതാണോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് തന്നെ വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യണ്ട. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ ഫോളോ ചെയ്യാം, മസ്റ്റ് ആയിട്ട് ചെയ്യാം. പിന്നെ ഉള്ളത് പ്രപ്പോസിഷൻ. പ്രപ്പോസിഷന്റെ ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ് കേട്ടോ. അറ്റ്, ഇൻ, ഓൺ, സിൻസ്, ഫോർ, ഈ നാല്, ഈ അറ്റ്, ഇൻ, ഓൺ, സിൻസ്, ഫോർ, ഈ 5 എണ്ണം നോക്കി വെക്കാം. ഓക്കെ, ഇതിന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും, ഷുവർ ആണ്. ഈ 5 വരും. അറ്റ്, ഇൻ, പിന്നെ വേറെ എന്താ പറഞ്ഞേ? ഇൻ, ഓൺ, അറ്റ്, സിൻസ്, ഫോർ. ഓക്കെ, ഇൻ, ഓൺ, അറ്റ്, സിൻസ്, ഫോർ പ്രപ്പോസിഷൻ. അത് എന്തായാലും വരും. പിന്നെ സ്പെല്ലിംഗ് വരും. അത് പുറത്തുനിന്നായിരിക്കും വരാം കേട്ടോ. ടെക്സ്റ്റ് വൈസ് ഒന്നല്ല, പുറത്തുനിന്ന് ഒരു കോമൺ ക്വസ്റ്റ്യൻ സ്പെല്ലിംഗ്. അപ്പൊ ഗ്രാമറിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്താണ്? പല രീതിയിൽ സ്പെല്ലിംഗ് ഞാൻ 4 ഓപ്ഷൻസ് കൊടുക്കും. കറക്റ്റ് നിങ്ങൾക്ക് അറിയാലോ കറക്റ്റ് സ്പെല്ലിംഗ് അതുണ്ടോ നോക്കാം, അത് ടിക്ക് ചെയ്യാം. സ്പെല്ലിംഗിന് എന്തായാലും ക്വസ്റ്റ്യൻ വരും, ഷുവർ ആണ്. ക്വസ്റ്റ്യൻ ടാഗ് മസ്റ്റ് ആണ്. ക്വസ്റ്റ്യൻ ടാഗിന്റെ ക്വസ്റ്റ്യൻ വരും. പിന്നെ ഏതെങ്കിലും റെഗുലർ വേർബ്, ഇറഗുലർ വേർബിൽ നിന്ന് വരും. ഇപ്പോ ഈറ്റ്, ഏറ്റ്, ഈറ്റ് ആണ്. ഇത് 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോംസിൽ കൊടുക്കും. കറക്റ്റ് ഫോം ഏതാണോ അത് ടിക്ക് ചെയ്യാം. ഏറ്റ്, ഈറ്റ്, ഈറ്റ് എന്ന് കൊടുക്കാം. ഈറ്റൻ, ഏറ്റ്, ഈറ്റ് എന്ന് കൊടുക്കാം. മനസ്സിലായോ? കറക്റ്റ് ഫോം ഏതാന്ന് നോക്കിട്ട് അത് ടിക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാം. ഓക്കെ, മതിയല്ലോ? മനസ്സിലായോ? ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വരാം. മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. മൈൻഡ് ചെയ്യാം നമുക്ക്. സൈൻ ഔട്ട് ഒന്നുമില്ലല്ലോ? ഇല്ല. അപ്പൊ ഓക്കെ, താങ്ക് യു. താങ്ക് യു ഓൾ. See you on the next class. Thank you, Miss. Thank you, Miss. Thank you, Miss. Okay, Miss. Thank you.